നവനാസ്തിക രംഗത്തെ കോട്ടയത്തിൻ്റെ ശബ്ദമാണ് നൂർ അബ്ദുൾ. അവർ തൻ്റെ ജീവിത കഥകളും നിലപാടുകളും റിനീവേഷന് വേണ്ടി പങ്കുവയ്ക്കുന്നു. മാഡം, ഈ രംഗത്തേക്ക് വരാനുണ്ടായൊരു പ്രചോദനം എന്താണ്? ഈ രംഗത്തേക്ക് ഞാൻ വരാനായിട്ടുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ ചിന്തകൾ തന്നെയാണ് സ്വാധീനം ചെലുത്തിയത്. നമ്മൾ വായന, പിന്നെ പലരുടെ പ്രഭാഷകരുടെയും നമ്മുടെ മതപ്രഭാഷകരുടെ തന്നെയാണ് ഒരു കാരണം. അതിൽ നമുക്ക് യുക്തിക്ക് ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും വരികയും പിന്നെ മതപരമായ പഠനത്തിലും മതപരമായ വായനയിലുമൊക്കെ എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് അതിൽ നിന്നും ഒരു വിശ്വാസത്തിലൊരു ചലനം സംഭവിച്ചു, വ്യതിചലനം സംഭവിച്ചു. പിന്നീട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സത്യാന്വേഷണത്തിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ യുക്തിബോധത്തിനോ നമ്മളുടെ നമ്മൾ ധരിക്കുന്ന മാനസിക വിശ്വാസങ്ങൾക്ക് മനോധർമ്മങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് പല കാര്യങ്ങൾ കാണുന്നത്. ഒരു ദൈവികമായിട്ടുള്ളൊരു വിശ്വാസത്തിനല്ല, ദൈവിക ചിന്തയ്ക്ക് യോജ്യമല്ലാത്ത പല കാര്യങ്ങളും ഓൾമോസ്റ്റ് എന്ന് പറയാം. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത ഏതെങ്കിലും പ്രത്യേക അനുഭവം പറയാൻ പറ്റുമോ? അങ്ങനെ തീർത്തും നമ്മൾ ഈ മതം വിട്ടു പോരാനുള്ള ഒരു പ്രത്യേക അനുഭവം നമുക്ക് പറയാൻ പറ്റുമോ? സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ്. സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ നമസ്കാരത്തെക്കുറിച്ചുള്ള അംഗശുദ്ധി വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ ബുക്കുകളൊക്കെ എൻ്റെ ഉമ്മ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സ്ത്രീകളുടെ നഗ്നതയെക്കുറിച്ച്, ഔറത്തിനെക്കുറിച്ച് അതൊക്കെ മറയ്ക്കണം, ഇവിടെയൊക്കെ മറയ്ക്കരുത് എന്നുള്ളത് പിന്നെ പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അപ്പം ഞാനിത് വായിക്കുമ്പോൾ അതിനകത്ത് അടിമ സ്ത്രീകൾക്ക് നഗ്നത മുട്ടിനും പൊക്കിളിനും ഇടയ്ക്കാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതെന്ത് കളി, എനിക്ക് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ അനാട്ടമിക്കലായിട്ട് ഫിസിയോളജിക്കലായിട്ട് എല്ലാം സ്ത്രീ ശരീരത്തിൻ്റെ നഗ്നത ഒരുപോലെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് അടിമ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നഗ്നത ഇത്രയും ഭാഗത്തേ ഉള്ളൂ, മറ്റേ സ്വതന്ത്ര സ്ത്രീ. അപ്പോൾ അത് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞ അതെനിക്കറിയത്തില്ല, എൻ്റെ അമ്മയുടെ തന്നെ വെച്ച് അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അന്നേരം പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു ചോദ്യചിഹ്നമായിട്ട് നടന്നു. ഞാനൊരു ട്രെയിൻ യാത്രയുടെ ഇടയിൽ എൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നൊരു മുസ്ലിയാരായിരുന്നു. അവർ സംസാര മധ്യേ നീ എന്താ പർദ്ദ ധരിക്കാത്തത്, അതാണ് നമുക്ക് കൂടുതൽ ഉത്തമം, പടച്ചവനെ പേടിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന വഴിക്ക് സംഭാഷണ മധ്യേ ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദ് ഇങ്ങനെ ഈ പിന്നെ അടിമ സ്ത്രീകളുടെ നഗ്നത മറ്റുള്ള സ്ത്രീകളുടെ നഗ്നമായിട്ട് എന്ത് വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചു. അവരുടെ അവയവങ്ങൾ എല്ലാവരുടെ ഒരേപോലെ അല്ലേ, പിന്നെ എന്ത് നഗ്നതയ്ക്ക് വ്യത്യാസം എന്ന് ചോദിച്ചു. പറഞ്ഞ് അത് അടിമ സ്ത്രീകളുടേത് അതങ്ങനെയായിരുന്നു. അന്നത്തെ കാലത്ത് അടിമ സ്ത്രീകൾക്ക് അത്ര വസ്ത്രത്തിന് അവർക്ക് ലഭ്യത കുറവായിരുന്നു. ലഭ്യത കുറവാണെങ്കിൽ ഉടമയോട് അവകാശപ്പെടാം അവരുടെ നഗ്നത മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം എന്ന് അത്യാവശ്യം വസ്ത്രങ്ങൾ. അടിമ സ്ത്രീ അല്ലാത്ത സ്ത്രീക്കുമുള്ള അടിമ സമ്പ്രദായം തന്നെ ചോദിച്ചിന്. ഒരു മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന അല്ല മനുഷ്യരുടെ ഉടമയും അടിമയാക്കുന്ന രീതിയിലുള്ള ആ വ്യവസ്ഥ ഇസ്ലാമും അത് അംഗീകരിക്കുകയും അതിനോട് ഒത്തുപോവുകയും ചെയ്യുന്നതും എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താ ഇങ്ങനെയെന്നുള്ളത്. അതൊരു റീസണാണ്. പിന്നീട് ഉണ്ടായതിന്റെ വാപ്പ കുട്ടിക്കാലത്ത് ഇങ്ങനെ മതപരമായ ചിന്തകളിൽ നിന്ന് കുട്ടിക്കാലൊന്നും പ്രത്യേകത പറയാൻ പറ്റില്ലല്ലോ. അതോ വീട്ടിൽ അന്തരീക്ഷം ഉണ്ടായിരുന്നു? വീട്ടില് അല്ല, മതേതരമെന്ന് പറഞ്ഞാൽ വലിയ യാഥാസ്ഥിക രീതിയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉമ്മ അന്നും ഇന്നും വിശ്വാസിയാണ്. എന്നാലും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നത് ഈ അടുത്ത കാലത്ത് കൂടുതൽ സോഷ്യൽ മീഡിയയും അതുവഴി ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ സ്ഥിരം കേൾക്കുകയും അങ്ങനെയായപ്പോൾ കൂടുതൽ തീവ്രത കൂടി. അതിനു മുമ്പ് പിന്നെ സാധാരണ സാരിയൊക്കെ കൊടുത്ത് തല തട്ട വന്നിട്ട് അങ്ങനെയൊക്കെ ജീവിച്ച ആളാണ്. അതിപ്പം കുറച്ച് ഒരു 10 വർഷത്തിന് മുമ്പ് നമുക്ക് ഇവിടെ കേരളത്തിൽ അങ്ങനെ പർദ്ദയൊന്നും വ്യാപകമായിരുന്നില്ല, ഒരു കുടുംബത്തിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പർദ്ദ ധരിക്കുന്ന ഒരു നിർബന്ധം അങ്ങനെ വല്ല ഉണ്ടായിരുന്നു വീട്ടില്? ഇല്ല, തട്ടണമെന്ന് പറയാം. പഠിക്കുന്ന കാലത്തോ സ്കൂളിൽ അന്നൊന്നും ഞങ്ങളുടെ മുസ്ലിം കുട്ടികളൊന്നും അങ്ങനെ നിർബന്ധിതാവസ്ഥ തട്ടുന്നവരിടും ഇല്ലാത്തവരിടും അങ്ങനെയുള്ളായിരുന്നു. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്ത് കോട്ടയത്തൊന്നും അത്രയ്ക്കും പ്രത്യേകിച്ച് അത്ര ഇതായിരുന്നില്ല, തീവ്രതയില്ലായിരുന്നു.
അതങ്ങനെ ആ സ്കൂൾ കാലഘട്ടത്തൊന്നും നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. തലത്തട്ട ഇടുക എന്നുള്ളതൊരു മസ്റ്റായിട്ട് പറയും. പക്ഷെ അത് വെറുതെ ഒരു തുണി ഇടുക എന്നുള്ള പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പർദ്ദയൊക്കെ വ്യാപകമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഏതെങ്കിലും നിർബന്ധം വന്നിട്ടുണ്ടാവും നൂറിന്റെ ജീവിതത്തിലേക്ക്? എന്റെ ജീവിതത്തിൽ ഇല്ല, എന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ വീട്ടില് പർദ്ദ ഇടാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഫുൾ കൈയുള്ള ചുരിദാറും തലത്തട്ടം ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള, എന്നാലും അത് നമ്മൾ ചെയ്തില്ലേലും തലത്തട്ടം ഉണ്ട് മതി, തൃപ്തരാണല്ലോ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും സംഘടനാപരമായിട്ടുള്ള സ്വാധീനങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനായിട്ടുള്ള? ഇല്ല, നമ്മളെല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് പോയിക്കൊണ്ട് ഉമ്മായിക്കുണ്ട് ഒരുപാട് പിന്നെ മുസ്ലിം അല്ലാത്ത സാമൂഹ്യ ബന്ധങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരി വിശ്വാസവും പിന്നെ പഠിച്ചവനും അത് അവരുടെ ജീവിതത്തിലും ജീവിതാനന്തരം മരണശേഷവും ഇതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് കൂടുതൽ കേൾക്കുമ്പോഴൊക്കെയാണ് ഈ തീവ്രമായിട്ട് ഇതിലേക്ക് തന്നെ വീണ്ടും ആഴ്ന്നു പോകുന്നത്. മതം പൊതുവെ അങ്ങനെ ഒരു ഭയപ്പെടുത്തി പാപബോധം നമ്മളിൽ ഉണ്ടാക്കിയിട്ടാണ് മതം എല്ലാവരും വിശ്വാസികളാക്കുന്നത്. കാരണം മരണാനന്തരം നീ നരകത്തിലെ അതിഭീകരമായ നഗരം അല്ലേ, ആ നരകവർണ്ണനെ എല്ലാവരും കേൾക്കുമ്പോൾ ഒരു ഭീതി മാത്രമല്ല, പാപം ചെയ്യുന്നവന്റെ കുറിച്ചുള്ള പാപത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ഇതെല്ലാം മതം ഭയപ്പെടുത്തുന്നത്. ഇവരെ പറഞ്ഞ ഒരു ഭയമാണ് മതം നമ്മളിലേക്ക് സന്നിവേശിക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ വല്ലാതെ ഇത് പ്രത്യേകിച്ച് മദ്രസ കുറച്ചേ പോയിട്ടുള്ളൂ, കാരണം നല്ല ദൂരമുണ്ട്. അന്ന് നമ്മള് വെളുപ്പിനെ പോകണം, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അന്ന് ഇവിടെ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ 2 കിലോമീറ്ററോളം പോകണം വെളുപ്പിനെ. കുട്ടികളല്ലേ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടായപ്പോ വാപ്പ പറയും അങ്ങനെ പോകണ്ട, ഇവിടെ ഇരുന്ന് അറബി പറഞ്ഞു കൊടുക്കാം. ഉമ്മ പക്ഷെ സമ്മതിക്കത്തില്ല, ഉമ്മ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. ഉമ്മയുടെ വിചാരം ഞങ്ങൾക്ക് അറിവെന്ന് പറഞ്ഞാൽ മതപരമായ അറിവ് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ മാതാപിതാക്കൾ അതിന്റെ കുറ്റക്കാര്, എക്സ്പെഷ്യലി മാതാവ്. അന്ന് അതിന്റെ ശിക്ഷ ഇപ്പൊ ഇത്രയും മുതിർന്ന് ഇത്രയും വയസ്സായിട്ടും ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഉമ്മായിക്ക് അപാപകാരം എന്നാണ് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നീറി കഴിയുക, മേടിച്ചു കഴിയുക. അതാണ് ഇപ്പൊ നമ്മളിവിടെ ഈ നമ്മളെ നൂറിന്റെ ഒക്കെ ചെറുപ്പകാലത്ത് മദ്രസ നിർബന്ധമായിരുന്നില്ല. ഇപ്പോഴോ ഇപ്പൊ ഈ പ്രദേശത്ത് ഇവിടെ പോകുന്നവര് പോവാം, എന്റെ മുമ്പ് പോകുന്നില്ല. പോകുന്നില്ല. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്കാലത്ത് കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമ്മൾ കുടുംബജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിരുന്നു. വിവാഹകാലത്ത് വരുമ്പോഴോ? ഇല്ല, നമ്മളെല്ലാം ഒരു എന്താണ് കൾച്ചറൽ മുസ്ലിം എന്ന ലെവലിൽ പോയിട്ടുള്ളൂ. അല്ലാതെ ഗാഢമായിട്ട് അതിലേക്ക് ആരും പ്രഷറൈസ് ചെയ്തിട്ടില്ല, ആരും അതിന്റെ പേരിൽ. പക്ഷെ അങ്ങനെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു ജീവിത രീതി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഇതിലേക്ക് വരാൻ സാധ്യത, സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ സാധ്യത. അല്ലല്ല, നമ്മളുടെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെയൊക്കെ അങ്ങനെയല്ലേ ജീവിക്കുന്നത്. പക്ഷെ അത് മതപരമായ ചിട്ടവട്ടങ്ങൾ, മദ്രസയിൽ പോകുമ്പോൾ കിട്ടിയ അറിവും പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ പകർന്നു തരുന്ന അറിവും എല്ലാം വെച്ചുകൊണ്ട് അത് ഫോളോ ചെയ്ത് തന്നെ ജീവിക്കുന്നുണ്ടെന്ന പൊതു ജീവിതത്തിൽ അവരത് വലിയ പ്രശ്നം അവർക്ക് ഇല്ല. എന്നാലും പർദ്ദയൊന്നും ധരിക്കുന്നവരല്ല എല്ലാവരും ഇവിടെ ഉള്ളവരൊന്നും. പക്ഷെ പർദ്ദ ധരിക്കുന്നവരുടെ ഒരു ധാരണ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ഈ പിന്നെ ഇറിറ്റേഷനുമാണ്. അവര് നമ്മളെ നോക്കുന്നതന്നെ നരകവാസിനി, ഇവളൊക്കെ മതിച്ച് ഇവിടെ നടന്നോളൂ, നീയൊക്കെ മതിച്ച് ഇവിടെ എത്ര കാലം നിൽക്കും, കാണാം. എന്റെ ഉമ്മാന്ന് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ കിടക്കുമ്പോ നീയൊക്കെ കിടന്ന് നരകത്തിൽ കിടന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ആരുടെയും വളരെ കൃത്യമാണ് നരകത്തെ കുറിച്ചൊക്കെയുള്ള ചിത്രങ്ങൾ. വളരെ ചില ഉപദേശമാരൊക്കെ നരകത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കാണിക്കുന്നുണ്ട്. എവിടെ പോയി ഷൂട്ട് ചെയ്ത് നമുക്കറിയാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ഉണ്ടല്ലോ, ഹെല്ലിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് കിട്ടും, അതിന്റെ ചിത്രങ്ങൾ കിട്ടും. പിന്നെ വീഡിയോ വേണേ വീഡിയോ ഇവര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഈ ആനിമേഷൻ വെച്ചൊക്കെയാണ്. അതിലൊരു ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് നമ്മളത് പേടിപ്പിച്ചിരുന്നു. രാത്രിയിലൊക്കെ ഉറങ്ങാൻ കിടക്കും, ഉറക്കം വരുന്നതിന് മുമ്പ് നമ്മൾ മരിച്ച് കബറിലേക്ക് ചെല്ലുമ്പോ ഇങ്ങനെ 2 കിങ്കരന്മാരെന്ന് പറഞ്ഞാല് ആ മലക്കുകളെന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞ ഭീകര രൂപികളാണ്. അത് അവർ രണ്ടുപേരും കൂടെ വലിയ ദണ്ടുമായിട്ടാണ് വരുന്നത്, ഇരുമ്പിന്റെ പഴുപ്പിച്ചിട്ട് മുള്ളുമൊക്കെ ഉള്ള ഈ ഭീമന്റെ കയ്യിലുള്ള ഗത പോലത്തെ. അത് നമ്മുടെ ഇവിടെ ഉള്ളത് സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അപ്പുറം ഇല്ല, ഈ വലിപ്പം കൂട്ടാന്നേ ഉള്ളു. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ക്രിയേഷൻ അവർക്ക് മൈൻഡിൽ വരത്തില്ല, കണ്ടു പരിചയമുള്ളത്.
അങ്ങനത്തെ ഉള്ള ഈ ഭയങ്കര ഭീതിജനമായ ശബ്ദം, ഇടിമുഴക്കം പോലെ ആയിരിക്കും അവരുടെ ശബ്ദം. അവർ വന്നത് ക്വസ്റ്റ്യൻ ചെയ്യുക, നമ്മൾ എണീറ്റിരിക്കാൻ പറയുക അറബിയില്. അപ്പൊ ഞാൻ എനിക്ക് അറബി ഒന്നും കേട്ടാ പോലും എന്താന്ന് മനസ്സിലായി ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു. അറബി ചോദിക്കുന്നത് മൺറബുക്ക ദീനിക്ക ഇങ്ങനെയൊക്കെ ചോദിക്കും. നിന്റെ ദൈവം ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ പ്രവാചകനാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ കുറച്ച് കാണാൻ പാഠം പഠിച്ചിട്ട് പോയാലോ അറിയാം സ്കൂളിൽ. അതെ, ഞാൻ വന്നിട്ട് പാടി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ചോർന്നല്ല ഉമ്മാന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് പോയൊരു പരാജയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ നീ കളിയാക്കിക്കോ, നീ വാപ്പായുടെ ജീനായതുകൊണ്ടാ കളിയാക്കി. വാപ്പ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു തമാശയായിട്ടൊക്കെ. ഓരോ പാട്ടുകൾ കോമഡി പാരഡി ഉണ്ടാക്കുക, ഒരു പ്രാർത്ഥിക്കുമ്പോ അതിനൊപ്പിച്ച് പാരഡി പാടുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. വാപ്പ ഒന്ന് പള്ളിയിൽ പോയി കണ്ടാൽ മതി എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കും. എൻ്റെ വാപ്പ നാളെ നരകത്തിൽ പോകുമല്ലോ അങ്ങനെ ഞാൻ പറയും കൊച്ചു വേറെ വല്ല പണിയും നോക്കാറുണ്ട്. വിവാഹമൊക്കെ മതപരമായിട്ട് തന്നെ കുറെ കാലം പുറത്ത് സൗദിയിൽ ജോലി ചെയ്തു. സൗദി അല്ല, യു എയില്. അപ്പൊ യു എയില് ജോലി ചെയ്യുന്ന കാലത്ത് അന്ന് നമുക്ക് വിശ്വാസിയാണ്. വിശ്വാസമല്ല, വിശ്വാസത്തിന്റെ ഈ മതിലിരിക്കുവാണ്. ഇപ്പുറത്തേക്ക് പോകാനാ സാധ്യത, കാരണം അറിയും തോറും അകന്നു പോവുകയാണ്. എത്ര കാലം ഉണ്ടായിരുന്നു ഇവിടെ? അവിടെ എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു 20 years. അന്നത്തെ കാലത്ത് ഒരു അനുഭവം മതപരമായിട്ടുള്ള രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, ഒരു പ്രശ്നമില്ല. അവിടെ പ്രശ്നമില്ല. ഇവിടുത്തെ അത്ര നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് നമ്മൾ ഒരു കമ്പൽഷൻ അവിടെ മതപരമായ കാര്യങ്ങളിൽ അങ്ങനെ നിർബന്ധമില്ല. ഞങ്ങളുടെ ഞാൻ ചോക്ലേറ്റ് ഫാക്ടറിയില് അസിസ്റ്റന്റ് ഷെഫായിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ നോമ്പ് സമയത്ത് റംസാൻ പീരീഡില് ഈ ഷെഫൊക്കെ ഉണ്ട്, അവര് നമസ്കരിക്കാനായിട്ട് പോകും. അതർവാം ഇഷ്ടമല്ല. നിങ്ങളുടെ ജോലി ചെയ്യുക. അവര് ഓർക്കുന്ന ഇത് ഇയാൾക്ക് പ്രീതി കൂടുതൽ കിട്ടിയിട്ട് ഇയാൾ എന്തോ പാരിതോഷികങ്ങൾ കൊടുക്കുവോ, അല്ലെ പുള്ളിക്ക് പുള്ളിയുടെ എന്താണ് നമ്മൾ അവരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, ജോബ്, അതിന്റെയാണ് കോൺട്രാക്ട്. അത് ചെയ്യല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നെന്നോ അത്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളെല്ലാം കൊണ്ടെത്തും. അതെല്ലാം ഒന്നും ശരിക്കും പറഞ്ഞാൽ സൗദിയിലോ അല്ലെങ്കിൽ യു എയിലോ ഉള്ള നിർബന്ധം അതിനേക്കാളും നിർബന്ധമാണ് ശരിക്കും പറഞ്ഞപ്പോ കേരളത്തിലൊക്കെ. അവിടെ ഏത് ഡ്രസ് ഇട്ടാലോ തല തട്ട ഇട്ടില്ലല്ലോ ഒന്നും ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പം കേരളത്തിൽ തീവ്രമായിട്ടുള്ള ഒരു ഇസ്ലാം, പ്രത്യേകിച്ച് ഇസ്ലാമിനിടയിൽ SDP അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം വരുന്നത് കർശനമായിട്ട് പാലിച്ച് പറ്റുമെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചിത്രമില്ല അവിടെ. പൊളിറ്റിക്കലും ഉണ്ട്, മതപരതയും കൂടുതലുണ്ട്. പൊളിറ്റിക്കലുണ്ട്, ഏകാഗി എല്ലാവരും ഇതിന്റെ അണ്ടറിൽ നിന്നാലല്ലോ പറ്റത്തുള്ളൂ. കാരണം ആ യൂണിറ്റ്. ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ ജോലി ചെയ്ത ഒരാള് ഇവിടെ വരുമ്പോൾ അവിടെ കാണാത്തത്ര തന്നെ ഭയങ്കരമായ മത തീവ്രത കേരളത്തിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ രോഗമാണ്, എന്തിന്റെ ലക്ഷണമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിവര് കൂടുതൽ പഠിക്കുകയും കൂടുതൽ ഇതിലെ ഫോളോ ചെയ്യണം എന്നുള്ള തീവ്രമായിട്ടുള്ള ചില സലഫിസ്റ്റുകളുണ്ട്. അതല്ല സുന്നികളിൽ തന്നെയും എന്താണ് ഇനി നമ്മൾ ശരി, പണ്ടൊക്കെ ഇത്രത്തോളം മതത്തിന്റെ ഇതാണ് ശരിയായ വഴി, ഇത്ര നാൾ നമ്മൾ ചെയ്ത ഷിർക്കായിരുന്നു. പള്ളി ഈ മക്ബറകളിലെല്ലാം പോയിട്ട് പൂജകളൊക്കെ നടത്തുക, അല്ല അവിടെ പട്ടിടുക, അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി അവരിങ്ങനെ എല്ലാം സോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ശരിയായ രീതി ഇതാണ്. അപ്പൊ കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് തീവ്രമായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ പൊളിറ്റിക്സ് ഉണ്ട്, അതിന്റെ ഇതിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് ഉണ്ട്. UAE പോലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരുടെയും വന്നെത്തുന്ന ഏത് രാജ്യമൊന്നുമില്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവർക്ക് അങ്ങനത്തെ ഒരു വേർതിരിവോ അങ്ങനെയുള്ള ഒരു നിർബന്ധമോ ആരോടും പറയാൻ പറ്റിയല്ല. അതാണ് അവരുടെ പൊളിറ്റിക്സ്. അതാണ്. അല്ല, ഇന്ത്യയിലെ ഒരു സൂഫി പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ ഇടയിൽ. അന്ന് വളരെ ലിബറൽ ആയിരുന്നു ഇസ്ലാമിൻ്റെ ഒരു രീതിയൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സൂഫി പാരമ്പര്യം എല്ലാം പൂർണ്ണമായിട്ടും പോയിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വാദഗതികളാണ് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പ്രസ്ഥാനങ്ങളെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ അവർ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും തീവ്രവാദം കേരളത്തിൽ വളരാൻ കാരണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? എന്താണ് അതേക്കുറിച്ച്? സൂഫിസം എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവ സംസ്കാരമൊക്കെ കൂടെ മിക്സ് ചെയ്ത് സന്യാസ പാരമ്പര്യമായിരുന്നു. സംഗീതത്തിന് വിലക്കില്ല, വളരെ മിതമായിട്ടുള്ള സെക്കുലറായിരുന്നു. അതെ, അതില് കുറെ ഇവര് വായിക്കുന്ന വായനയല്ല അവര് വായിക്കുന്നത്. അവരുടെ ഇത് കുറച്ചുകൂടെ നമുക്ക്
ആക്റ്റബിൾ ആണ്, നമുക്ക് അല്ല ഇപ്പം ഇന്ത്യയിലെ കലയും സാഹിത്യവും ഒക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ സൂഫി പാരമ്പര്യത്തിന്റെ വലിയ ചരിത്രം പാരമ്പര്യം ഉണ്ടായിരുന്നു ഇല്ലേ? പക്ഷെ അത് ശരിയായ ഇസ്ലാം അല്ല, അതൊന്നും അവര് പറയുന്നതൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ മുസ്തഫ മൗലവി, പിന്നെ ചേന്നൂർ മൗലവി ഒക്കെ അവര് പറഞ്ഞോണ്ട് ഇസ്ലാമിൽ നിന്ന് അവര് പുറത്തു പോയിട്ടില്ല. അവർ ഇസ്ലാമിനെ നവീകരിക്കുന്ന രീതിയിൽ മനുഷ്യൻ കേട്ടാല് കൊള്ളാം, ഇത് ഒരു ആശയം, ഈ ആദർശം കൊള്ളാമെന്ന് അങ്ങനെ വരുമ്പോ അല്ല, അത് നമുക്ക് മനോഹരമായിട്ട് അത് വായിക്കാൻ പറ്റും ഇവര് പറയുന്ന രീതിക്ക്. പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അർത്ഥവും എന്റെ വാചികാർത്ഥവും അത് തന്നെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പക്ഷെ ഇവരുടെ വായന വേറിട്ട വായനയാണ്. അത് പക്ഷേ ഖുർആൻ വായിച്ചിട്ടുണ്ടല്ലോ. ഖുർആൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഒരാള് ഒരു അല്പം സംശയത്തോടെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും ശരിക്കും? അല്ല എന്ന് പറയുന്നത് അത് ദൈവികമായിട്ടുള്ള ഒന്നും നമുക്കത് ദർശിക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ് അത് നമ്മളെ എന്താണ് പ്രത്യേകിച്ച് വൈരുദ്ധ്യങ്ങളേ ഇല്ല എന്ന് പറയുന്നത്, വൈരുദ്ധ്യങ്ങളെ ഇല്ലെന്ന് അവകാശപ്പെടുന്നതിന് വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട്, ഉള്ളൂ. ആവർത്തനം ഇല്ല എന്ന് പറയുന്നിടത്ത് ഒരുപാട് ആവർത്തനമുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പലയിടത്ത് ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ അവകാശവാദങ്ങളല്ല അവിടെ പൊളിയുകയും പിന്നെ ചില ഖുർആൻ വാക്യങ്ങൾ പിന്നീട് അത് റദ്ദ്, ഒരു പടച്ചവന്റെ കയ്യിൽ നിന്നും വരുന്ന ഒരു ഗ്രന്ഥത്തില് അത് ക്യാൻസൽ ആക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് മിസ്റ്റേക്ക് വന്നിട്ടാണല്ലോ ക്യാൻസൽ ആക്കുന്നത്. അപ്പൊ ഒരു പരിപൂർണനായ ഒരു ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചിന്ത. അത് മാത്രമല്ല, അതില് ഭയങ്കരമായി ശിക്ഷകൾ, അതായത് മതം വിട്ടുപോകുന്നവരുണ്ടാകുന്ന ശിക്ഷകളും അല്ലെങ്കിൽ മതത്തിൽ ആ തീവ്രമായിട്ടുള്ള ശിക്ഷകളും ശത്രുവിനോടുള്ള നമ്മുടെ നിലപാടുകളും ശത്രുവിനെ ഇല്ല അങ്ങനെയുള്ള നിലപാടുകൾ വായിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ചൊക്കെ മനുഷ്യത്വമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണോ നൂറ് ശരിക്കും പറഞ്ഞാൽ ഇത് പോകുന്നുള്ളത്? കാഫറിനോടും ശിർക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതൊക്കെയാണ് എടുക്കേണ്ട നിലപാടുകൾ, മൂർദ്ധതകളോട് എടുക്കുന്ന നിലപാടുകൾ, എങ്ങനെ അവരെ കൊന്നുകൊടുക്കാം, അതായത് എൻ്റെ അല്ലാത്ത മുഴുവൻ ആളുകളെ കൊല്ലുക എന്ന് പറയാം. അതിപ്പം ഖുറാന്റെ മാത്രമല്ല, ബൈബിളിന്റെ പ്രത്യേകിച്ച് പഴയ ദൈവത്തിന്റെ ഒക്കെ അടിസ്ഥാനം അത് തന്നെയാണ്. ഭഗവത്ഗീത പറയുന്നത് പറയുന്ന പോലെ ഗോത്രീയ മതങ്ങളിലെല്ലാം അതിന് വെളിയിലേക്ക് ഒരാൾ പോവുകയോ ഒരു ശത്രു ഇങ്ങോട്ട് വരികയോ അവരോടൊരു കാരുണ്യമേ പാടില്ല. അവരോട് മാത്രമല്ല, ശത്രുക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾ അതൊരു ദൈവിക ഗ്രന്ഥത്തിൽ പാടില്ലാത്ത എന്റെ സാധാരണ മനുഷ്യന്റെ മാനുഷിക ചിന്തയ്ക്ക് മനുഷ്യത്വത്തിന് നടക്കുന്നതല്ല ഇതൊന്നും. ഈ വിശ്വാസം ഇല്ലെങ്കിൽ അവരെ കൊല്ലുക, അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക, അവര് ശത്രുക്കളായിട്ട് ഗണിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സുഖമാണ് അല്ലേ? കാരണം ഈ വിശ്വാസിയായിട്ടിരിക്കുന്നവൻ പറയുന്നത് ഇപ്പം നീ അന്യനെ കൊല്ലുക, അല്ല നിന്നോട് എതിർക്കാത്ത നിന്റെ എതിർ ഗോത്രങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക, അവരുടെ സ്ത്രീകളെ ഹിംസിക്കുക, അവരുടെ നമുക്ക് സ്വന്തമാക്കുക, കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് പറയുമ്പോൾ അതൊരു യുദ്ധത്തിന്റെ ലോകമാണ് നമ്മുടെ ഈ മതഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എന്നൊരു ഓർക്കുന്നത് അതിലൊക്കെ മാറി നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല മനുഷ്യനാകാനായിട്ടുള്ള മാർഗം. ഇതിങ്ങനെയൊക്കെ ഉള്ളത് വിശ്വസിക്കുക, അത് ഒരു ദൈവം എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ദൈവത്തിന് ഒരിക്കലും പറ്റിയ ഒരു പണിയല്ല, യോഗ്യതയല്ല ദൈവത്തിന്. ദൈവം എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട് അവിടെ അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു എല്ലാ മതഗ്രന്ഥങ്ങളും ചോരമണക്കുന്ന കൃതികളാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഭഗവത്ഗീതയിലാണെങ്കിൽ പറയുന്നത് എന്റെ ജോലി കൊല്ലുക എന്നുള്ളതാണ്. അപ്പം ബൈബിളിലാണെങ്കിലും പറയുന്നത് എന്റെ എതിർ വരുന്നവനെ മാതാപിതായാലും വേണ്ടില്ല, എന്നെ മൂക്കിൽ ശ്വാസമുള്ള ഒന്നിനെയും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ്. അത് എന്റെ ഖുറാനിലും പറയുന്നുണ്ട്. എന്റെ ശത്രു ഇങ്ങനെയാണെങ്കിൽ അവരെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കരുത്. അതെങ്ങനെ ദൈവികമാകും? ദൈവത്തിന് എല്ലാത്തിനും കഴിവുള്ള ദൈവം പറയുകയോ അല്ലെ ദൈവം ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നിസാരം ഈ വയനാട് ദുരന്തം ഉണ്ടായി. അപ്പം ഏതാണ് ശരിക്കുള്ള ദൈവിക വിശ്വാസികൾ അവിടെ തെളിയിക്കാൻ ദൈവം വരണ്ട, ദൈവത്തിന്റെ ദൂതനും വരണ്ട. അങ്ങനെയുള്ള കുറച്ച് പേര് രക്ഷപ്പെട്ടിരിക്കുന്നു, അവര് സൗഖ്യമായിട്ടിരിക്കുന്നു. അവരുടെ മേളിൽ കൂടെ വെള്ളവും മലയാളം കുത്തിയൊലിച്ചിട്ട് അവർക്കൊന്നും പറ്റിയില്ല. നമ്മളെ ദൃഷ്ടാന്തം പള്ളി അടക്കം അമ്പലം അടക്കം എല്ലാം നശിച്ചു പോവുകയാണ്. പറഞ്ഞാൽ പോരെ ഇതുണ്ടാകട്ടെ, പിന്നെ ദൈവം കൊല്ലുന്നതിന് അല്ലേ? ശത്രുവിനെ ഇല്ലാതാക്കണമെങ്കിൽ ദൈവത്തിന് ശത്രു ഇല്ലാതാക്കാമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം പലസ്തീനിൽ നടക്കുന്ന പ്രശ്നം എന്താണ്? നമ്മൾ ഓർക്കും ഇത്രയും കാരുണ്യവാനായിട്ട് നീ കാണുന്നില്ലേ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെ നിലവിളി, അവരുടെ ജനിക്കുന്ന കുട്ടികൾ എന്ത് പാപം ചെയ്തിട്ടാണ്? അത് മനുഷ്യർക്ക് ദൈവത്തിന് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, അദ്ദേഹം ഇതിന്
എത്രത്തോളം പോകുമെന്ന് ഇങ്ങനെ ഇതൊക്കെ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എത്ര നൂറ്റാണ്ടായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതൊക്കെ അവിടെയാണ് ദൃഷ്ടാന്തം കാണിക്കേണ്ടത് അല്ലേ? അപ്പം നമുക്ക് ബോധ്യമാകും. ഇവിടെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും കണ്ടോ, അവര് ആ കുഞ്ഞുങ്ങളെയും ആ ജനതയെയും ഇവര് അന്യായമായിട്ട് ഇവരോട് അക്രമത്തിൽ വരികയാണെങ്കിൽ ആ ഇസ്രായേലിനെ നശിപ്പിച്ച് കാണിക്കുക അല്ലെ, അവര് അതിൽ നിന്ന് തടയി അവരെന്തിട്ടാലും ഇവിടെ ഭരിക്കാത്ത രീതിയിൽ അതിന് ആയുധം കൊടുക്കാൻ പറയേണ്ട കാര്യം അല്ലെ, ആയുധം വേണ്ട. അല്ലാതെ തന്നെ പരിഹരിക്കാൻ ദൈവത്തിന്റെ കയ്യിലാണ് മാർഗം. അപ്പം അങ്ങനെ ശരിക്കും നമ്മൾ ഈ ഖുറാനും അല്ലെങ്കിൽ അതുപോലുള്ള കൃതികൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു എന്താ തോന്നുക, ഒരു ശത്രു ദേഷ്യമാണ് തോന്നുന്നത്. കാരണം ഇയാൾ എന്തിനാ ഈ മനുഷ്യരല്ലേ ഇങ്ങനെ കൊന്നു കൊടുക്കുന്നത്? അതിനെക്കാട്ടിൽ പറ്റുന്നത് നമ്മളാന്ന് നോക്കാം. കാരണം ഒരു നമ്മുടെ കണ്ണ് മുൻപിൽ ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ നമുക്ക് അവരെ രക്ഷിക്കാൻ ആക്സിഡന്റ് കാണും, നമ്മൾ പരമാവധി സഹായിക്കാനാണ് തോന്നുന്നത്. ഇവിടെ എങ്ങനെയല്ല പറയുന്നത്, ഇതിന്റെ കൂട്ടത്തിൽ അല്ലാത്ത ആളുകളെ മുഴുവൻ എന്ത് ചെയ്തേക്കുക, അനുഗ്രഹം ചെയ്യാന്നുള്ളതാണ് എന്ത് ഉന്മൂലനാശമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഖുറാൻ പഠിച്ചതിന് ശേഷമാണോ ഈ വഴിയിലേക്ക് വരുന്നത്? അങ്ങനെ പഠിച്ചപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നുകൂടെ സ്പീഡ് കൂടിയെന്നുണ്ട്, ആ വരവിലേക്കുള്ള സ്പീഡ് കൂടി. അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപ്പത്തിലെ തൊട്ട് വാപ്പ പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മളുടെ യുക്തിബോധം കൂടെ അന്നേരമാണ് നമ്മൾ ഈ മതം വിട്ട് മാറി ചിന്തിക്കാനായിട്ട് പ്രേരകമാകുന്നത് വാപ്പാട് ചില വാക്കുകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ചിന്തിക്കുമ്പോഴും എല്ലാം ഒരു ശരിയായ ഒരു മതം, ദൈവം എന്താണ് ഇങ്ങനെയൊക്കെ ഇത്രയും മനുഷ്യർ തമ്മിൽ കലഹിക്കേണ്ടതും ഇത്ര വ്യത്യസ്തമായിട്ട് അവരോട് നിങ്ങൾ അകലം പാലിക്കാൻ പറയേണ്ട കാര്യം, അവരെ സൃഷ്ടിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ മതത്തിൽ ജനിച്ചു വരുന്നു. അത് ആരുടെ കുറ്റമല്ല, നമ്മളുടെ നമ്മുടെ കഴിവല്ല. ആണാകണമെന്നോ പെണ്ണാകുന്നതോ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ വരുന്നത് ഏതോ രാജ്യത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെ തീരുമാനം തെരഞ്ഞെടുപ്പോ നമ്മളുടെ ആഗ്രഹങ്ങളോ ഒന്നും അല്ല. അപ്പൊ അത് ദൈവമാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ദൈവം അവനെ പറ്റിയല്ല, ഈ ദൈവം തന്നെയല്ല അവരെ സൃഷ്ടിച്ച ആ മതത്തില്ല. അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അവരെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവര് ഇപ്പൊ ഞാന് ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ ഞാനത് സത്യാന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ അതെ. പിന്നെ നമ്മൾ അതിലെ വെളിയിൽ കിടക്കണമെങ്കിൽ നമ്മൾ സ്വയം ഉള്ള ചിന്തകളിലൂടെ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും കുറച്ച് കേൾക്കണം, കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും അത് പറഞ്ഞ നേരാണോ, കാര്യം ഉണ്ടല്ലോ, ശരിയാണ്, അന്നേരം മാത്രമുള്ളൂ നമുക്ക് അതിൽ നിന്ന് വെളിയിലേക്ക് ചിന്തിക്കുക. ഇത് ഭയമുണ്ട്, എല്ലാവർക്കും ഭയമാണ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗത്ത് ശിക്ഷ കിട്ടുമോ? അതെ, മതം പലരും ഭയമാണ് ഉത്പാദിപ്പിക്കുന്നത്. നീ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ, അവിടെ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് പരലോകത്തില് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരിക്കലും നമ്മുടെ പ്രശ്നത്തിൽ നമ്മളെ നേടുന്നില്ല. ഇതിപ്പോ മതവിശ്വാസിയായിട്ടുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ പോലും എൻ്റെ ശത്രുവായതിന് വേറെ ഒരു റീസണും ഇല്ല. ഏറ്റവും നന്നായിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ അയൽവകക്കാരെ എല്ലാവരോടും നന്നായിട്ട് ഇരിക്കാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവരിങ്ങോട്ട് നമ്മളോട് ഉപദ്രവങ്ങളോ നമുക്ക് പ്രശ്നങ്ങളോ നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ പോലും നമ്മൾ ആ രീതിയിൽ അവരെ തിരിച്ചങ്ങോട്ട് കാണാൻ ശ്രമിച്ചിട്ടില്ല. അവരൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള പല വീടുകളിലും, വിശ്വാസികളായ പല വീടുകളിലും മാതാപിതാക്കളോട് എങ്ങനെയൊക്കെയാണ് ആ മക്കളുടെ പെരുമാറ്റം എന്നുള്ള നമ്മൾ കാണുന്നുണ്ട്. ഇതിവിടെ എൻ്റെ ഉമ്മയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യം, സർവ്വ ഇഷ്ടവും എല്ലാം. വൃദ്ധസദനങ്ങളിൽ കിടക്കുന്ന എല്ലാ വിശ്വാസികളും അച്ഛനമാരാണ്, അങ്ങനെ നിന്നിട്ട് പോലും ഒരു ക്ഷേന്നൊരു വാക്ക് നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് പോലും വിശ്വാസത്തിന്റെ ഒറ്റൊരു കാരണത്തിന്റെ പേരിൽ നമ്മൾ ആജന്മ ശത്രുവായിട്ട് കാണുകയും നമുക്കെതിരെ മറ്റുള്ളവരെ തിരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യണം. അപ്പൊ മാതൃസ്നേഹമാണ് അല്ലെ മാതാവാണ് നമ്മുടെ കൺമുൻപിലെ ദൈവം, അല്ലെ മാതാവിന്റെ സ്നേഹം വാഴ്ത്തപ്പെടുന്നതാണ്. അതുപോലും അവിടെ റദ്ദാക്കപ്പെടുന്നത് എവിടെയാണ്? വിശ്വാസമാണ് പ്രാധാന്യം എന്ന് ധരിക്കുമ്പോഴല്ല. അവിടെ എവിടെയാണ് മാനവികത, മനുഷ്യത്വം ഉള്ളത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പം വന്നാൽ എനിക്ക് മതമോ അല്ല ദൈവം അല്ല വരുന്നത്, എനിക്ക് എൻ്റെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ രക്ഷിക്കുക എന്നുള്ളത്. സത്യം, നീതി ഏതാണ് അതിൻ്റെ കൂടെ? ഇപ്പൊ അവര് വേറൊരു അഫെയർ അവർക്കുണ്ടായി, അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് ഇഷ്ടക്കേടില്ല എന്നോട് അഭിപ്രായം ചോദിച്ചാൽ പറഞ്ഞു. കാരണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അവർ പ്രായപൂർത്തിയായവരാണ്. ഞാൻ എതിർത്താലും എതിർത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് അവർ സന്തോഷം, മുതിർന്ന ആളുകളുടെ അവകാശം തന്നെയാണത്. അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. അത് നമ്മള് നാസ്തികരുടെ അല്ലെങ്കിൽ യുക്തിവാദികളുടെ ഒരു നിലപാടാണത്. പക്ഷെ ആ ഒരു നിലപാട് ഒരിക്കലും മതത്തിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതെ, മാതാപിതാക്കളുടെ ഇച്ഛയ്ക്കൊത്ത് ചലിക്കുന്ന പാപകളാകാനാ മക്കളൊക്കെ പറഞ്ഞേക്കുന്നത്. എന്താ അവര് പറഞ്ഞത് അത് കേൾക്കാവുള്ളൂ. സ്വന്തമായിട്ടുള്ള തീരുമാനം പാടില്ല, സ്വന്തമായിട്ട് മതത്തിന് വെളിയിലേക്കുള്ള ഒരു കാര്യങ്ങളും അനുവദനീയമല്ല. മതം നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല ഈ മതത്തിന് അല്ലെ ഒരു മതത്തിന് പ്രത്യേകത. ഞാൻ മാത്രമല്ല, മതം നോക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ വേറെ ഒന്നിനും നമുക്ക് സമയം കിട്ടുകയില്ല.
ഇപ്പം 5 നേരത്തെ നിസ്കാരവും മറ്റ് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആഹാരത്തിന് മുമ്പും എല്ലാ കാര്യത്തിനും മുമ്പും പ്രാർത്ഥന ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് ജീവിക്കാൻ സമയം കിട്ടുക? അതല്ല, നമ്മളുടെ സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടണമെങ്കിലും എല്ലാവരും പറഞ്ഞ പോലെ ഇതുപോലുള്ള നമ്മുടെ വേലിക്കെട്ടിന്ന് അപ്പുറത്തേക്ക് ചാടിയുള്ള പിള്ളേർ പോയാൽ ആ ബന്ധങ്ങൾ മതത്തിന് കൂടുതൽ ഗുണകരമാവുക ചെയ്യുന്നത്. നാളെ എൻ്റെ ഒരു മക്കൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ഒരു ഇസ്ലാമിന്റെ നേരെ കത്തിപ്പൊക്കുവോ ഹിന്ദുവിന്റെ നേരെ പൊക്കത്തുവോ ഇല്ല. കാരണം അവർക്ക് ആ രീതിയിലാണ് വളർത്തുന്നത്. അവർ രണ്ട് മതത്തിനെ പ്രതിനിധീകരിക്കുന്നുമുണ്ട് അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് അവർക്ക് ആരോടെടുത്താലും ശത്രുത ആകാൻ പറ്റില്ലല്ലോ. അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായി വരുമ്പം നമ്മുടെ ഈ ശത്രുതയുടെ മനോഭാവം, അതിന്റെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ മനോഭാവം കുറയുവാണ്. അത് കൂടുതൽ നമ്മൾ അല്ലെ മുസ്ലിങ്ങളെല്ലാം പ്രശ്നക്കാരാണ്, മുസ്ലിങ്ങളെല്ലാം പിന്നെ എന്താണ് തീവ്രവാദമാണ്, അവർ ഉള്ളിൽ പുറമേ അങ്ങനെ ചെയ്താലും സ്ലീപ്പ് മോടിയിരിക്കുകയാണ്, സ്ലീപ്പിംഗ് സെല്ലുകളാണ്, ഇങ്ങനെ ആരോപണം. വാസ്തവത്തിൽ അതൊക്കെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനം ആൾക്കാരിലും. ശരിക്കും മുസ്ലിം അല്ലല്ലോ പ്രശ്നം, ഇസ്ലാമാണല്ലോ പ്രശ്നം അല്ലേ? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഇപ്പം നൂറ് ഇങ്ങനെ പബ്ലിക് ഫിഗറിലെ ഫീൽഡിലേക്ക് വന്നതോടുകൂടി അത്ര ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം വല്ലതും ഉണ്ടായിട്ടുണ്ടോ നാട്ടിലോ വീട്ടിലോ അങ്ങനെ സമൂഹത്തിലോ എല്ലാം? ഇല്ല, നമ്മുടെ ബന്ധുക്കളുടെ ചെറിയ ഒരു അതൃപ്തി ഉണ്ടെന്നല്ലാതെ ആരും അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞാൽ എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ശരികൾ, എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവിടെ ഇനി ആര് തീരുമാനിച്ചാലും എൻ്റെ ബോധ്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് തിരുത്താൻ പറ്റുന്നത്? അങ്ങനെ ആയിരിക്കണം. ഒരാൾ സ്വന്തം ബോധ്യങ്ങൾക്കനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് പറ്റാത്ത ഒരു കാര്യങ്ങളാണ്, മനുഷ്യത്വത്തിന് പറ്റാത്തത്, സാമൂഹിക ബന്ധങ്ങൾക്ക് തടസ്സമാകുന്നത്, അവരെ വിദ്വേഷം ജനിപ്പിക്കുന്നത് ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിലൊക്കെ കൂടെ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് ഏതാ അതാണ് നമ്മൾ ചോയ്സ് നമ്മുടെ ചോയ്സ് അതാണ്. അതായത് ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ടുള്ള ബന്ധനങ്ങളും അസ്വസ്ഥതകളും ഇറിറ്റേഷനുകളും അതെല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വിട്ട് നമ്മളിങ്ങനെ ഒരു വേദിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ അല്ലേ ഒരു വലിയ അവസ്ഥയുണ്ട്. എന്റെ വീട്ടില് വാപ്പ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഹസ്ബൻഡും അത്ര വലിയ ഈ നിർബന്ധ ബുദ്ധിയോ ഇങ്ങനെ അവരുടെ അണ്ടറിൽ തന്നെ അവര് പറയുന്ന മാത്രം കേട്ടാണ്. ഇസ്ലാമിലെ ഭാര്യാസങ്കല്പം അതേപോലെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പോകാനുണ്ട്. അത് സ്വാതന്ത്ര്യം അവർ തന്നെയല്ല, ഞാൻ അവരോട് പറയാറുണ്ട്. നമ്മള് ഒരേ നാണയത്തിന് നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെ ചെറുപ്രായത്തിലെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതിനു ശേഷം ഈ സ്ത്രീകളുടെ ജീവിതം വെറും ഒരു അടിമ ജീവിതമായിട്ട് ഉള്ളവരുണ്ട്, ഒരുപാടുണ്ട്. അത് എനിക്ക് വിഷമമുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ നമുക്കറിയാം. അവര് എന്തൊക്കെ ഒരു ബന്ധുക്കളുമായിട്ട് പോലും ഒന്ന് മിങ്കിൾ ചെയ്ത് ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അനുവദിക്കാത്ത ഭർത്താവിന്റെ തീരുമാനങ്ങളെ ഗണ്ണിക്കുന്നവള് സ്വർഗം അവർക്ക് നിഷേധിക്കുകയാണ്. നബിയുടെ സുഗന്ധം പോലും അവരെ സ്പർശിക്കത്തില്ല എന്ന് പറ്റിയല്ല. കാണാൻ പോയിട്ട് പുള്ളി പോകുന്നതിന്റെ സ്മെല്ല് പോലും ഒന്നും അടിക്കത്തില്ല എന്നാണ്. അതുപോലെ ഇസ്ലാം സ്ത്രീകൾക്കിടയിലുള്ള വലിയ പ്രശ്നമാണ്. അതായത് ഭർത്താവ് മരിക്കുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭർത്താവ് കല്യാണം കൈവച്ചു കഴിഞ്ഞാൽ ഈ സിവിൽ നിയമപ്രകാരം അവരുടെ പൂർണ്ണമായിട്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അവരെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ പറയുന്നത് അവർക്ക് ഭർത്താവിന്റെ സ്വത്തിന്മേൽ അവകാശമില്ല. കാരണം ശരീരത്തിന്റെ നിയമപ്രകാരം സ്വാഭാവികമായിട്ട് അവരാ പുറത്താക്കപ്പെടുകയും അവർ അനാഥരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഈ മതത്തിന് അതിലൊരു വിഷമമില്ലേ? അവര് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം? എന്റെ അനിയത്തിക്ക് അനുഭവം ഉണ്ട്. അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവളെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷത്തിന് ശേഷം ഭർത്താവ് മരിക്കും, പെട്ടെന്ന് മരണം, പനി വന്നു. പക്ഷെ അവള് 3 കുട്ടികളുമായി. ആ വീട്ടുകാര് ഈ ഭർത്താവിന്റെ പേരിലെ സ്വത്തില്ല. അവര് കുടുംബത്തിന് വേണ്ടിയാണ് പുള്ളിയുടെ സ്വത്തും എല്ലാം, ശരീരവും മനസ്സും പണവും എല്ലാം ചെലവാക്കിയ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ സ്ഥാനം ഇല്ലാതായി. കാരണം അത് ശരീരത്തിലോ പ്രകാരം ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക മക്കൾ മരിച്ചു പോയാൽ അതൊരു വലിയ ശിക്ഷ പോലെയാണ്. അവരറിഞ്ഞോണ്ടെന്തോ അവരാഗ്രഹിച്ചിട്ട് മരിക്കുന്നതാണോ? ഒരാളും മരണത്തെ ജീവിതത്തോട് കൊതിയുള്ളവർ ആഗ്രഹമുള്ളവർ ഒരിക്കലും മരണത്തെ സ്വാഗതം ചെയ്യത്തില്ല. സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നിന്ന് വിട്ടുപോകാതെ ഐശ്വര്യ പോയി കിടക്കും. അങ്ങനെയുള്ള സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ചാടി മരിക്കാനൊന്നും പോകുന്നില്ല. അത് മരിക്കാൻ പേടി തന്നെയാണ് അവർക്കും. എത്ര സ്വർഗം വാഗ്ദാനം ചെയ്ത് വിളിച്ചാലും പിന്നെ വരാം എന്നാ പറഞ്ഞാൽ
അപ്പൊ അങ്ങനെയുള്ളിടത്ത് എന്റെ ഈ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അവരെ അവിടെ അവരെ നിഷ്കാസിതാക്കാൻ ഈ വേറെ ഒരു മതത്തിന്റെ ആചാരം ഇല്ല ഇല്ല മക്കൾക്കില്ല. ഭാര്യക്ക് ഭർത്താവിന്റെ സ്വത്തുണ്ട്, ഭാര്യക്ക് അവകാശമുണ്ട്. ഭർത്താവിന് സ്വത്തില്ലാത്തതുകൊണ്ട് ഇളയ മോനാണ്. അപ്പൊ കുടുംബം അവരാണ്, പെങ്ങന്മാരെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടത് അവനായതുകൊണ്ട് അവൻ്റെതൊക്കെ അവൻ ചെലവാക്കി കഴിഞ്ഞു ഈ കുടുംബത്തിന് വേണ്ടി. അപ്പൊ അവന് ഇതിന് കൊടുക്കുമെന്നുള്ള കുറച്ച് ഓഹരി കൂടുതൽ കൊടുക്കും എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ഇവർക്ക്. പക്ഷെ ഇപ്പൊ അവര് അവിടെ പിടിച്ചു തൂങ്ങി ഒരു ജീവിക്കാനുള്ള ഒരു സാഹചര്യം ആ വീട്ടിലില്ല. അതുപോലെ നശിച്ച വീട്. കാരണം ആരും സമ്മതിക്കരുത് മെയിൻറ്റെയിൻ ചെയ്യാൻ. മറ്റുള്ള ആരെങ്കിലും സഹായിക്കാൻ എന്നാലും പറയും ഇതാ നിങ്ങൾക്ക് അത്. അപ്പൊ ഈ ഇവിടെ അയാൻ ഖിർസി പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിൽ സ്ത്രീകൾ നരകത്തിലെ കൊള്ളികൾ തന്നെയാണ്, ജീവിച്ചിരിക്കുമ്പോൾ നരകത്തിലെ കൊള്ളി അല്ലേ? ഇപ്പം അതേ പടി ഫോളോ ചെയ്യുവാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ മനുഷ്യർ അങ്ങനെ അല്ല ഇവിടെ അവരോട് പെരുമാറുന്നത്. കേരളത്തിലൊക്കെ വ്യത്യാസമുണ്ട്, എന്നാലും പല രാജ്യങ്ങളിലും അങ്ങനെ അല്ല. അപ്പൊ ഇപ്പം പ്രത്യേകിച്ച് ഒരു വിധവയായ സ്ത്രീയുടെ അവസ്ഥ, ഈ പറഞ്ഞതുപോലെ ഈ ശരീഅത്ത് നിയമം നിലവിലിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ. ഇപ്പൊ ഷുക്കൂർ വക്കീലൊക്കെ വളരെ കൃത്യമായിട്ടും മറ്റൊരു വിവാഹം കഴിച്ചു. സിവിൽ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കുന്നത് സ്വാഭാവികമായി ഈ നിയമത്തെ മറികടക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പൊ ഇപ്പോഴും കേരളത്തിൽ ആ ഒരു അവസ്ഥ മാറിയിട്ടില്ലാതെ തന്നെയല്ലേ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്? അത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടില്ലേ? അതാണ് നമ്മൾ ഏക സിവിൽ കോഡ് സംഖ്യകളാണ് കൊണ്ടുവരുന്നത്, BJP ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിലും അത് നമുക്ക് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല പരമ്പരാഗത സ്വത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തുല്യാവകാശങ്ങളുടെ കാര്യത്തിലും അത് അവർക്ക് ഗുണകരമാണ്. അതുകൊണ്ട് അത് നമ്മൾ എതിർക്കപ്പെടേണ്ടതല്ല, അത് ഇവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെയുള്ള എല്ലാ പാർട്ടികൾക്കും അവർക്ക് മത രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യം ഉള്ളത് കൊണ്ട് ഈ പ്രീണിപ്പിച്ച് നിർത്തേണ്ടതുകൊണ്ട് അവർ തൊടുകയില്ല. പിന്നെ ഇവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് ഏത് പൗരനാണെങ്കിലും ഇന്ത്യ രാജ്യത്തുണ്ട് അതായിരിക്കണം ബെറ്റർ. കാരണം അതല്ലേ നീതിയുള്ളൂ. അതെ അതെ അതെ. എന്നാൽ ഇഹലോക ജീവിതത്തിലെ നിയമങ്ങൾ നടപ്പാക്കപ്പെടേണ്ടത് വിശ്വാസത്തിന്റെ പേരിലല്ല. കാരണം മതം നമുക്ക് നൽകുന്ന വിശ്വാസം പരലോക സുഖത്തെ സംബന്ധിച്ചാണ്. ഇഹലോകത്തിലെ പ്രശ്നവും അല്ലെന്ന് അവർ തന്നെ പറയുന്നു. പരീക്ഷശാല. അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത്തരൊരു അവസ്ഥ പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യയിലും കേരളത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്ന നരകതുല്യമായ ഒന്ന് തന്നെയല്ലേ? കേരളത്തിന് പുറത്തെ കേരളത്തിൽ കുറച്ചു വെറും അടിമകൾ. ഇപ്പൊ നമ്മൾ അയാൻ കൃഷിയെ വായിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ അവര് അനുഭവിക്കുന്ന വെറും എന്താണ് അവര് സെക്സ് ഉപകരണങ്ങൾ മാത്രമായിട്ടാണ് സ്ത്രീകൾ ഉപയോഗിക്കപ്പെടുന്നത് അല്ലേ? കമ്മോഡിറ്റിയാണ്. പുരുഷന്റെ അസത്യപ്പെടുന്നതാണ് അവന്റെ മൃഗങ്ങൾ, അതായത് കൃഷി പിന്നെ അസത്യപ്പെടുന്നതാണ് ഇതൊക്കെ. അതില് പുത്രന്മാര്, പുത്രികള്, ഭാര്യമാര്, അവന്റെ ഒരു കൃഷിയിടമാണ് അല്ലേ? അല്ലേ? അതിപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയില് നമ്മുടെ ഉസ്താദുമാരും പിള്ളേരും പ്രസംഗക്കാരും ഇസ്ലാം പ്രസംഗക്കാരൊക്കെ തന്നെ ഇത് ആവർത്തിച്ച് പറയുമ്പോ എന്താ തോന്നുന്നത്? അത് സ്ത്രീകൾ തന്നെ വന്നത് പിന്നെ പവിത്രീകരിച്ചല്ലേ. അത് ഏറ്റവും ഒരു ഭാഗ്യമാണ്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവന്റെ കൃഷിസ്ഥലമാണ് ഏറ്റവും മെയിൻ. അവന്റെ ജീവിതത്തിൽ ജീവൻ കളയാൻ 24 മണിക്കൂർ കൃഷിസ്ഥലത്തായിരിക്കും. അതൊക്കെ കൊണ്ട് വലിയൊരു അതിനൊക്കെ കവിഞ്ഞൊരു വാക്കില്ല പദവി കൊടുക്കാൻ. പക്ഷെ അത് ആ പ്രസംഗങ്ങളെല്ലാം തന്നെ സ്ത്രീ വിരുദ്ധമാണ്. എനിക്ക് തോന്നുന്നത് 100% സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾക്ക് നമുക്ക് ആ പ്രസംഗത്തെക്കാളും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അതിന് ചോട്ടിൽ വരുന്ന ലൈക്കുകളാണ്. ആയിരക്കണക്കിന് ലൈക്കുകൾ അതിന് വരിക എന്ന് പറഞ്ഞാൽ അത് ചുവട്ടിൽ കമന്റുകളിൽ അതിനെതിരല്ല വരുന്നത്. പലപ്പോഴും അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ വരുമ്പോൾ നമ്മൾ ഏതൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുകയല്ലേ? അതുകൊണ്ടാണ് മതപരത തീവ്രത കുറയ്ക്കണം. അതിന്റെ ചിന്തകളിൽ നിന്ന് അവര് മോചിച്ചിട്ട് യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ മാനവികത, മനുഷ്യത്വത്തെ, അല്ലെ സ്ത്രീയെ എങ്ങനെ കാണണമെന്നുള്ളൊക്കെ അവര് ഒന്ന് മാറി നിന്ന് ചിന്തിക്കണം. അതിനകത്തിരുന്ന് ചിന്തിച്ചാൽ മറ്റു സമൂഹങ്ങളെ കൂടെ കാണണ്ടേ? അതെ, സമൂഹങ്ങളെ കാണാൻ എങ്ങനെയാണ് അതുപോലെ അതേപടിയൊന്നും അല്ല ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇന്ന് ഇത്രത്തോളം അല്ലെ കംപ്ലൈന്റ് ഇല്ലാതെ ജീവിക്കുന്നത്. കുടുംബങ്ങളിലെല്ലാം എന്തുണ്ട്, ഈക്വാലിറ്റി റൈറ്റ്സും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല സ്ത്രീകളൊക്കെ ജോലി സ്വീകരിക്കുന്നു, അവര് പഠനം നടത്തുന്നു, ഉന്നത പഠനങ്ങളിൽ പോകുന്നു, ജോലി സ്വീകരിക്കുന്നു ഒക്കെ വരുമ്പോഴത്തേക്ക് അതെല്ലാം സ്വാഭാവികമാണ്. ഇപ്പൊ സൗദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. സൗദി രാജകുമാരിയാണ് ഭാഷ സൗദിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം പോലും കേരളത്തിലെ ഇസ്ലാമിന്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർബന്ധം ആർക്കും ഉള്ളത്. അത് ഈ പുരോഹിത വർഗത്തിനും ഈ രാഷ്ട്രീയമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ ഇസ്ലാമിക രാജ്യം ലോകം സ്വപ്നം കാണുന്ന ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ രാജന്റെ കൃത്യം
അതില് പെട്ടുപോകുന്നതാണ് ഈ വിശ്വാസികൾ. അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇതാണ് ശരിയായത്, ഇതാണ് സ്വർഗമോക്ഷത്തിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, അല്ല ഇതിന് നീ നാളെ സമാധാനം പറയണം, കബറിൽ കിടന്ന് സമാധാനം പറയണം, ഇതൊക്കെ പറഞ്ഞാണ് ഇവരെ നിർത്തുന്നത് പിടിച്ച്. ഇതിന്റെയൊക്കെ ഇതിൽ നിന്ന് വെളിയിൽ ചാടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് ഇവർക്കറിയാം. സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുക്കരുത്, അവരെ പൊതുരംഗത്തേക്ക് ഇറക്കരുത്, വീട്ടകങ്ങളാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്. അവര് ഇപ്പം വിശ്വാസം ഉപേക്ഷിക്കുന്ന എത്രയോ സ്ത്രീകളെ എനിക്കറിയാം. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ രഹസ്യമായിട്ട് എനിക്കറിയാം. അവര് പബ്ലിക്കായിട്ട് പറയുന്നില്ലേലും അവർ ഈ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചും സ്ത്രീകളോട് ഉള്ള നിലപാട് വെച്ചും എല്ലാം അവർ നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുണ്ടായി, ഓരോ കേരളത്തിലെ ഓരോ ഇസ്ലാം വീട്ടിലും ഓരോ എക്സ് മുസ്ലിം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാണും അല്ലേ? അത്രയും സഖി കിട്ടും എന്ന് പറയുമോ? അതിപ്പം ഇസ്ലാമിന്റെ ഏത് ഗ്രന്ഥങ്ങളും വായിക്കുക, അതിന്റെ നിയമങ്ങൾ വായിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പൊ ഹിന്ദുസത്തിലാണ് സ്ത്രീകളുടെ സ്ഥാനവും, അതായത് സതി പോലുള്ളത് മനുഷ്യരായിട്ട് മാറ്റിയതാണ്. അല്ലാതെ ഒരു ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകുമോ, അല്ലെ ഈ ഐത്താചരണം, അല്ലെ അമ്പലത്തിലെ പ്രവേശനം, ഇതെല്ലാം രണ്ടാം പ്രജയോ മൂന്നാം പ്രജയാണ് സ്ത്രീ എല്ലാ മതത്തിലും. അല്ലാതെ ഒരിക്കലും ഒരു തുല്യത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഈ വിവാഹ കമ്പോളത്തിലായാലും ഏതിലായാലും സ്ത്രീക്ക് അവരുടേതായ ഒരു അവകാശം പറയും. ഇപ്പം നമ്മൾ നിരന്തരമായി കേൾക്കുന്ന സ്ത്രീധന കൊലപാതകങ്ങൾ, സ്ത്രീക്ക് തെരഞ്ഞെടുക്കാൻ അവകാശം പോലും നൽകുന്നില്ല. ഉണ്ടോ? സ്ത്രീക്ക് ജോലി ഇല്ലാതെ വരുന്നു, മതം അതിനെ അനുവദിക്കുന്നില്ല. പിതാവിന്റെ ഒരു ക്വാളിയുടെയോ ഒരു അവര് തീരുമാനിച്ചാൽ മതി. പിതാവ് തീരുമാനിക്കുന്ന, സഹോദരൻ തീരുമാനിക്കുന്ന, അതായത് പിതാവും ചെറുക്കൻ തമ്മിലുള്ള ഒരു കരാർ മാത്രമല്ല, വിവാഹം ഒരു കരാറാണ്. സാന്നിധ്യം വേണ്ട, സ്ത്രീ സാന്നിധ്യമേ വേണ്ട. ക്രിസ്ത്യാനിക്ക് വിവാഹം ഒരു കൂതാശയാണ്, പക്ഷെ ഇസ്ലാമിന് അത് കൂതാശയല്ല, അതൊരു എഗ്രിമെന്റ്, കരാർ മാത്രമാണ്. അപ്പൊ ആ കരാർ നോക്കിയാൽ എപ്പോഴും ഇയാൾക്ക് അവകാശമുണ്ട് അല്ലേ? അതിനുള്ള ഒരു അവസ്ഥ ഭീകരമാണ്. അല്ല ഇതിപ്പോ ഈ സ്ത്രീക്കുള്ള ഫസഹ അല്ലെങ്കിൽ അതിന് പറയുന്ന ഉലായോ അങ്ങനെ കണ്ടോ പറയുന്ന ഒരു ഇതുണ്ട്, റൈറ്റ്സ് ഉണ്ട്. അത് അങ്ങനെയല്ല, അത് പിന്നീട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇല്ലല്ലോ? ആരെങ്കിലും കേട്ടിട്ടൊന്നുമില്ല, നമ്മള് കേട്ടില്ല. കാരണം അങ്ങനെ പാടില്ല. സ്ത്രീ പുരുഷന് ഇഷ്ടമില്ല കളയാം, സ്ത്രീക്ക് പാടില്ല. അപ്പൊ അങ്ങനെ പക്ഷെ വസതി ചൊല്ലാൻ അവകാശമുണ്ടെന്ന് വാദിക്കുമ്പോഴും അങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ വളരെ അപൂർവമായിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അതിനൊരുപാട് കടമ്പകളുണ്ട്. മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഈ ഹൈന്ദവ തീവ്രവാദം അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ ഒരു തീവ്രവാദം വളരുന്നതിൽ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒരു വലിയ പങ്കില്ലേ? എങ്ങനെ പറയാൻ പറ്റും? അത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വന്നതുകൊണ്ടും ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെ SDPI അതുപോലുള്ള സംഘടനകൾ കേരളത്തിലെ പ്രത്യേകിച്ച് മാധ്യമവും പത്രങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പുതിയ തലമുറ കേരളത്തിൽ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? എന്നാ എള്ളും പൂവും കരുതിക്കുമെന്ന് പിള്ളേരെ കൊണ്ട് മുദ്രാവാക്യം വിളിക്കും എന്ന ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അത് ഓരോ പ്രവൃത്തികളും ഇവിടെ സംഘപരിവാറിനുള്ള സഹായമായിട്ടുള്ള സംഘപരിവാറിനെ വളർത്താൻ സഹായിക്കുന്നു. അത് അവര് ചിന്തിക്കാന്നില്ല എന്നാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് ആദ്യം അവര് ചിന്തിക്കും അല്ലേ? എത്രത്തോളം ഇവര് യുദ്ധം ചെയ്യാനും എതിർത്താലും ഒരു കലാപോ പ്രശ്നം ഉണ്ടായെങ്കിൽ അതിൽ ആർക്കാണ് കൂടുതൽ നാശം സംഭവിക്കുന്നത്? ഇന്ത്യയിലെ ഒരു സൈന്യം വിചാരിച്ചാൽ ഇവരെ ഇപ്പം പലസ്തീനിലൊക്കെ ആണെന്ന പോലെയാണ് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അത്തരത്തിലേക്കല്ലല്ലോ പോകേണ്ടത്. ഒരു ജനാധിപത്യ രാജ്യത്താകുമ്പോൾ ആ ജനാധിപത്യ പരിപ്രേക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് തങ്ങൾ ജീവിക്കാൻ. ജനാധിപത്യത്തിന്റെ ഒരു ന്യൂനതയാണ് ഇതുപോലുള്ള മതങ്ങളുടെ അധീശത്വം കൂടുതൽ ഇവിടെ വന്നത്. ഈ രാഷ്ട്രീയത്തിലും ഇതൊക്കെ ഇടപെടാൻ കാര്യം ജനാധിപത്യത്തിന്റെ ഒരു ലൂപ്പ് ഹോളാണ്. അത് അതിൽ നിന്ന് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ മതത്തിൽ ജനാധിപത്യമില്ല, പ്രത്യേകിച്ച് ഇസ്ലാമിലൊട്ടും ജനാധിപത്യമില്ല. പക്ഷെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിവിടെ തീവ്രവാദത്തെ വളർത്തുമ്പോൾ അത് സ്വാഭാവികമായ സംഘപരിവാരത്തിന്റെ വിജയത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധത്തിലേക്ക് ഇന്ത്യയിലെ ഇസ്ലാം വരുന്നില്ല. ഉവൈസിയെ പോലുള്ള എനിക്ക് സംശയത്തിന്റെ ചിലപ്പോ ഉവൈസിയൊക്കെ സംശയത്തിന്റെ നെല്ലിപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവര് മറ്റവർക്ക് വേണ്ടി അത്രത്തോളം ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ ഒരു ഉപാധിയായിട്ട് തന്നെ അവരൊക്കെ നിൽക്കുന്നുണ്ട്. കേരളത്തില് ഒരു സമാധാന അന്തരീക്ഷത്തിനും വികാസം സംഘികളുടെ വളർച്ചയ്ക്ക് വഴിവെക്കുന്നതിന് കാരണം കൂടുതലും അവരുടെ പെരുമാറ്റ രീതികൾ, രാഷ്ട്രീയപരമായ പകപോക്കലുകൾ ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് ഒരു ഇരവാദത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്.
ഇവിടെ സംഖ്യകളെ കൂടുതലും നമ്മൾ പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നത് ഇവര് കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അങ്ങനെയുള്ളവരൊന്നുമില്ല, തീവ്രവാദികളൊന്നുമില്ല. ശരിക്കും മുസ്ലിങ്ങളല്ല കുഴപ്പം, ഇസ്ലാമാണ് കുഴപ്പം. ആ ഇസ്ലാം പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് അത് മതതീവ്രവാദത്തിന്റെ ഒരു പൊളിറ്റിക്സ് അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാം വരുന്നതുകൊണ്ടുണ്ടാകുന്ന അപകടമാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ തിരിച്ചറിയാതെ നമ്മൾ ഇരയാക്കപ്പെടുന്നു. അതെ, അല്ലാതെ തന്നെയും ഈ ഉത്തരേന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പശു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളോടും വല്ലാത്തൊരു അക്രമ ഇതായിട്ടുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കേരളത്തിലും അപ്ലൈ ചെയ്ത് വിജയിക്കാത്തപ്പം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവരതിനെ ചൂഷണം ചെയ്ത് ഇവര് മതവികാരത്തെ ഉണരൂ ഹിന്ദു ഉണരൂ എന്ന് ഉണർത്തിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല ഇന്ത്യയിലെ മോചനം ഇസ്ലാമിലൂടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള അപകടകരമായ മുദ്രാവാക്യങ്ങൾ ഇത്രത്തോളം ചിന്തിക്കാൻ ബുദ്ധിയില്ല. അതാണ് അവര് അതായത് ഒന്നോ രണ്ടോ പേര് ഉയർത്തുന്ന അത്തരം മുദ്രാവാക്യങ്ങളിലൂടെ അല്ലെ നമുക്ക് ഇസ്ലാമിന് അല്ലെങ്കിൽ പലസ്തീൻ അല്ലെങ്കിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന പ്രകടനങ്ങളിലൂടെയൊക്കെ തങ്ങൾ ഒറ്റപ്പെടുകയാണ് അല്ലെങ്കിൽ തങ്ങളെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമല്ലേ. നമ്മളെ കോർണർ ചെയ്യപ്പെടുമെന്നുള്ള മനസ്സിലാക്കുന്നില്ല. കാരണം എത്രത്തോളം നമ്മൾ എത്ര ശക്തി പ്രകടനങ്ങളോ അല്ലെ പ്രതിരോധമോ നമുക്ക് ഹാനിയാണ് നമ്മുടെ വംശത്തിന് അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിന് ഇവിടെ അത് ഒന്നിനൊന്ന് ആൾക്ക് നാളതാ അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഇവര് പ്രശ്നക്കാരാണ് അല്ലെ ഇവര് അങ്ങനെ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അങ്ങനത്തെ ബോധ്യം വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിയണം. മുസ്ലിം സമുദായം മൊത്തം തിരിച്ചറിയണം. അവര് പക്ഷെ ലിബറലായിട്ടുള്ള ജീവിതമാണ് എല്ലാവരും പൊതുവെ. അല്ല അതില് ഈ മുസ്ലിങ്ങളുടെ ഒരു ദാരിദ്ര്യം പ്രശ്നമായിട്ടുണ്ടോ? മുസ്ലിം അങ്ങനെ ഇപ്പം നമ്മൾ പണ്ടൊക്കെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെ ഇപ്പം കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് വടക്കേ കേരളത്തിലൊക്കെ അങ്ങനെ മുസ്ലിം വിഭാഗങ്ങളിൽ തീരദേശങ്ങളിലെ മുസ്ലിം വിഭാഗം വളരെ പിന്നോക്കമായിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദാരിദ്ര്യം എത്ര ഒരു തീവ്രവാദം വളർത്തുന്നതിന് സഹായിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല, അത് അക്ഷര അല്ല വിദ്യാഭ്യാസത്തിന് അഭാവമായിരിക്കാം. ദാരിദ്ര്യം ഇപ്പം അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു പറയാൻ പറ്റില്ല. അപ്പം ഇനി സ്വന്തം ജീവിതത്തില് കുടുംബജീവിതത്തില് ഈ പറയുന്ന മതനിരപേക്ഷത വളർത്താൻ പറ്റുന്നുണ്ടോ, നിലനിർത്താൻ കഴിയുന്നുണ്ടോ? ഞാൻ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നില്ല അല്ലെ എന്തുകൊണ്ട് എനിക്കിത് ഞാൻ തള്ളിക്കളയുന്നു എന്നുള്ളത് മക്കളോട് അവര് ചോദിക്കുമ്പം അവര് പറയും ഒന്നും ഇല്ലാതെ ഈ സാധാരണ ഒരു ആർഗ്യുമെന്റ് മക്കൾ വെക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് റീസൺസ് ഉദാഹരണങ്ങളൊക്കെ ചോദിക്കും. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ അവരെ സമർത്ഥിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ അവര് ശരിയാണ് അങ്ങനെയാണ്. അല്ലാതെ അവരെ ഞാൻ പറഞ്ഞു കൊടുക്കുകയല്ല, അവര് ചോദിക്കുകയാണ് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ, ഉമ്മച്ചി എന്താ അങ്ങനെ വിശ്വസിക്കാത്തത്, ഉമ്മ വിശ്വസിക്കുന്നുണ്ട്, എല്ലാവരും സ്വാതന്ത്ര്യം അവർ വേണ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് എന്താണ് ഒരു യുക്തിബോധം, ലോജിക്കലായിട്ട് ചിന്തിക്കുക, ഒരു ശാസ്ത്രീയമായിട്ടോ കാണുക, കാര്യങ്ങളെ കാണുക, അതിന്റെ റീസൺ എന്താണെന്ന് നോക്കുക. ഇപ്പൊ ഒരു ഇല അനങ്ങിയാല് അത് പേടിക്കുക എന്നല്ലാതെ അത് എന്താണെന്ന് നമുക്ക് ബോധ്യം വരുത്താൻ ഒബ്സർവേഷനും അതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെന്റും എല്ലാം കൂടെ ആയിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്താണെങ്കിലും. അതിന് അവർക്കൊരു വിഘാതം ഞാൻ സൃഷ്ടിക്കുന്നില്ല. അവർ വിശ്വസിക്കാം. പക്ഷെ അതിനകത്ത് ലോജിക്കില്ലായ്മ, നമ്മളെല്ലാം ലോജിക്ക് വെച്ചാ നോക്കുന്നത്. അപ്പൊ ഈ മതം വിട്ടുപോകുന്നതിൽ എന്താ തോന്നുന്നത്? കുറെ കൂടെ സ്വാതന്ത്ര്യം തോന്നുന്നുണ്ടോ? റിലാക്സേഷൻ തോന്നുന്നുണ്ടോ? റിലാക്സേഷൻ തോന്നുന്നുണ്ട്. കാരണം നമ്മളുടെ ടൈം മെയിൻ ആയിട്ടുള്ള ടൈമിന് വേണ്ടി ഇപ്പൊ എന്റെ വല്യമ്മ ഉമ്മയൊക്കെ അവർക്ക് ഒരു സുഖം ഇല്ലെങ്കിൽ പോലും അവർക്ക് കിടക്കാൻ സമാധാനമില്ല, ഭയം മാറിയിട്ടുണ്ട്. അവർക്ക് സമാധാനമില്ല. ഞാൻ നമസ്കരിച്ചില്ല, ബാങ്ക് വിളിച്ചു, ആ ടൈം പീരീഡിനുള്ളിൽ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ വയ്യലും എഴുന്നേറ്റ് പോയി ചെയ്യുക, പ്രാർത്ഥന കൂടുതൽ കൊടുക്കുക, പ്രാർത്ഥനയെ കുറിച്ച്. പിന്നെ ബന്ധങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന രീതി, പുറമേ ഉള്ള മനുഷ്യരെ കാണുന്ന രീതി, എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, അവർക്ക് ചിന്തയില്ല, അവർ മതത്തിലുള്ളവർ മാത്രം ശരിയെന്നുള്ളത്. അതൊക്കെ മാറി, ആ കാഴ്ചപ്പാട് മാറി സന്തോഷിക്കാം, പാട്ട് കേൾക്കാം, പേടിക്കാതെ പാട്ട് കേൾക്കാം, പേടിയില്ലാതെ സിനിമ കാണാം. പിന്നെ ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് ഇപ്പം എന്താണ് സഞ്ചരിക്കാൻ ഒരു ആണിന്റെ തുണ വേണം എന്നുള്ളതിന് ഇല്ല. ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും വലിയ ബാധകമാകില്ല. അതിൽ നിന്നാ ഒത്തിരി പെർമിഷനുകളും ഒത്തിരി ഇതൊക്കെ വേണം, നമുക്ക് അനുമതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്.
അതെ, സ്വാതന്ത്ര്യബോധം നമുക്ക് തോന്നും. അത് നമ്മളുടെ കൂടെ ഉള്ള ജീവിക്കുന്നവരുടെ അവരുടെ ആ ജീവിത സാഹചര്യം ഏതായിരുന്നു അതുപോലെ ഇരിക്കും. ഇപ്പം എന്നെ ഒരു വിശ്വാസികളായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആകേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവര് ഒരിക്കലും ഒത്തുപോകത്തില്ല. ഇത് അത്രത്തോളം തീവ്രമല്ലാത്ത ഒരു ഫാമിലി സെറ്റപ്പ് ആയിരുന്നതുകൊണ്ടും എൻ്റെ വീട്ടിലും എൻ്റെ ഉമ്മ മാത്രം അത്ര കഠിനമായിട്ട് മതവിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരാള്. പ്രായം കൂടുന്തോറും പുള്ളിക്കാരിക്ക് അതിന്റെ അസ്ഥിരത കൂടുവാണ്. അത് കുഴപ്പമില്ല. ഇല്ല, ഞാനിവിടെ ഉള്ളപ്പോ ഉമ്മയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യം, ഉമ്മ പ്രാർത്ഥിക്കുന്ന ഒരു തടസ്സമില്ല. ഉമ്മക്ക് എന്ത് സൗകര്യം വേണം, നോമ്പിലാണല്ലോ അത് എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും അത് എത്തിച്ചു കൊടുക്കാനും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചിങ്ങോട്ടില്ല. നമ്മൾ മതത്തിന്റെ വേലിക്കെട്ട് ചാടുന്നത് തോന്നിവാസം ജീവിക്കാനും. പിന്നെ അതാണ് പ്രശ്നം. മതത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ നമ്മൾ തോന്നിവാസിയാണ് അല്ലേ, അത് പിന്നെ മതത്തിനകത്ത് ഒരിക്കലും ഒരു പ്രണയം പാടില്ല. വിവാഹത്തിന് മുമ്പ് ഉള്ള പ്രണയം പാടില്ല. വിവാഹത്തിന് പ്രണയത്തിന്റെ ആവശ്യം അവര് പറയുന്നില്ല. ഇല്ല, അത് പാപം. അതങ്ങനെ തന്നെയാണ് നമ്മൾ ചോദിച്ചാൽ കേട്ടാ മോശമാണ്, അതൊക്കെ ഇതാവുള്ളത്. പക്ഷെ ഇന്നത്തെ തലമുറയോടൊക്കെ പറയാൻ പോയാൽ അവര് എന്റെ അണ്ടറിലും അല്ലായിരുന്നു, ഞാനിപ്പോ ഗൾഫിലായിരുന്നു. നമുക്ക് നിർബന്ധിക്കാം ഒരിക്കലും അവര്. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് സൈബർ യുഗത്തിൽ ജീവിക്കുന്ന അവരുടെ ഇഷ്ടം സ്വാതന്ത്ര്യമാണ് അവർക്ക് എല്ലാത്തിനേക്കാളും പ്രധാനം. അല്ലെങ്കിലും കഴിഞ്ഞു പോയവരുടെ അതേപടി അനുസരിച്ചൊന്നും ആരും മുന്നോട്ട് പോകുന്നില്ല. പറ്റില്ല. എന്റെ ഉമ്മ പറയുന്ന അതേപടി അനുസരിക്കാൻ എന്നോട് പറയാനായിട്ട് ഇത്രയും പ്രായമായി എന്നോട് അതേപടി പറയണം. അതാ ശരിയെന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് അങ്ങനെയായിരുന്നു, അവരത് ഇന്ന് വരെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇങ്ങനെയൊക്കെ തുടർന്ന് തലമുറ എല്ലാം മാറി 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 നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇവരുടെ ഈ വിശ്വാസങ്ങൾ തന്നെ എത്രത്തോളം മാറ്റി മറിച്ചിട്ട് വേറെയുള്ള പഴയ വിശ്വാസങ്ങൾ. നേരത്തെ കാലത്തും അത് വായിക്കാനോ എങ്ങനെ ചെയ്യാനോ മൈക്ക് ഉപയോഗിക്കാനോ അല്ലെ പറയുന്ന ആസാമികൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഈ പുതിയ സൈബറിലെ ഇത് ഉപയോഗിക്കാനൊന്നും ആരും ഒരിടത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ട് ഈ പുതിയ തലമുറയിലാണെങ്കിലും പുതിയ പെൺകുട്ടികൾ പറയുന്നത് ചോയ്സ്, പർദ്ദ എന്റെ ചോയ്സ് ആണ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് വീടുകളിൽ അത് പറയിപ്പിക്കുന്നതാണോ? അത് പറയിപ്പിക്കുന്നതല്ല, അതൊരു വിശ്വാസമാണ്. അവരവര് അങ്ങനെ മദ്രസയെന്ന് പഠിക്കുന്നു. അങ്ങനത്തെ വിശ്വാസം കൂടുതലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നു. അല്ല, അവര് പറയുന്നത് എന്താണ്, അന്യപുരുഷനെ ആകർഷിപ്പിക്കുന്നവര് വ്യഭിചാരിണികളാണ്. അവര് തല തുറന്നിട്ട് മുടി കാണുമ്പോൾ അതൊരു ആണുങ്ങൾക്ക് ആകർഷണീയത ഉണ്ടാകുക. നമ്മളുടെ സൗണ്ട് പോലും, നമ്മുടെ സൗണ്ട് പോലും പതുക്കെ പറയുക. കാരണം വേറൊരാൾ കേട്ടാൽ അതിൽ മതി. ഇങ്ങനെ തൊട്ടാൽ ഉടനെ പിന്നെ ഇതാകുന്ന ഒരു പുരുഷനെ സൃഷ്ടിച്ചതാരാ? ആ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പുരുഷ സമൂഹത്തെ സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. എല്ലാം പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പെണ്ണുങ്ങളോട് പറയാ, നിങ്ങൾ കയറി കൂട്ടിലിരിക്കുക, നിങ്ങൾ അകത്തിരിക്കുക, നിങ്ങൾക്ക് ഉത്തമ വീടാണ്, അല്ലെ നിങ്ങൾ എങ്ങോട്ടും നിങ്ങൾ സെക്ഷൽ ഒരു ഇതായിട്ട് ഒബ്ജക്റ്റ് ആയിട്ടേ കാണത്തുള്ളൂ എന്നാ ഒരു ദൈവത്തിന് ചെയ്യാമായിരുന്നു. മനുഷ്യന്റെ ഇത്ര കുറച്ച് കുറയ്ക്കായിരുന്നു. ആണുങ്ങളെ സൃഷ്ടിക്ക് മസാല ഇച്ചിട്ട് കുറച്ചുണ്ടാക്കിയ പോരായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്. ഈ മഹ്സാമിനിയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇറാനിൽ അതിഭയങ്കരമായ സമരമുണ്ട്. 6 മാസത്തിലേറെ നീണ്ടുന്ന സമരം നടന്നു. മഹ്സാമിനി മുടി പുറത്ത് കണ്ടു, ഇവിടെ ഇച്ചിരി മുടി കണ്ടുകൊണ്ട് പുറത്ത് കണ്ടു. അപ്പൊ അവിടെ ഇറാനിൽ പോലും അത് ആ മഹ്സാമിനിക്കെതിരെ നടന്ന അക്രമം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഇന്നലെ ഡ്രസ് മൊത്തം ഇല്ലാതെ കുട്ടി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യത്ത് കേരളത്തിൽ ഇത് പറയാ ഞങ്ങൾക്ക് പർദ്ദ ഒരു ചോയ്സ് ആണ്, ഞങ്ങൾക്കത് സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ എങ്ങനെയാന്ന് ഞാൻ ചോദിച്ചത്. അതെന്റെ മാമ ജമാഅത്ത് ഇസ്ലാമി ഫാമിലി ഉണ്ടല്ലോ, അവര് ഫേസ്ബുക്കിൽ ഞാനും എന്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് അല്ലെ ഞാൻ തല തട്ടയിടാതൊക്കെ നടക്കുമ്പോൾ അതിനെ കുറിച്ച് എഴുതുകയോ ചെയ്യുമ്പോൾ അതിന്റെ അടി വന്നൊരു കമന്റ് ചെയ്യാറുണ്ട്. അത് ഇസ്ലാം വ്യഭിചാരത്തെ, ഇസ്ലാം പരപുരുഷ ബന്ധത്തെ, അല്ലെ സ്ത്രീയെ സെക്ഷൽ ഇതായിട്ട് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതിനൊക്കെ എതിർക്കുന്നുണ്ട്. അതിൽ അസഹിഷ്ണുരായ ആൾക്കാർ, അതായത് ഫാഷൻ രംഗത്തുള്ളവര്, അമേരിക്ക പോലെയുള്ള മറ്റുള്ള അത് അവരുടെയൊക്കെ കച്ചവട താല്പര്യങ്ങൾക്ക് വിഘാതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ എതിർക്കുന്നത്. മദ്യത്തിനെതിരെ ഇസ്ലാം, നഗ്നതയ്ക്കെതിരെ ഇസ്ലാം. അതൊക്കെ കൊണ്ടാണ് ഇവർ ഇത്രയും. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് തുറന്ന് നടക്കണം എല്ലാം. പക്ഷേ പർദ്ദ ഇപ്പം പുതിയൊരു ട്രെൻഡാണ്, പുതിയ ഫാഷനാണ്, അതൊരു ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമാണ്. അത് തീർച്ചയായും കച്ചവടം തന്നെ. അത് അറബിയിൽ നിന്ന് ആദ്യകാലത്ത് ഇവിടുന്ന് ജോലിക്ക് വേണ്ടിട്ട് പോയവര് അത് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തു. ഭംഗിയുള്ള രീതിയിൽ ഇപ്പം ഇതിനകത്ത് നടക്കുന്ന പോലെ അത് ചിലർ ഇഷ്ടപ്പെട്ടിടുന്നുണ്ട്. കാരണം അതിന്റെ ഭംഗി കൊണ്ട് അത് ചോയ്സ് ആണ്, അവരുടെ ചോയ്സ് ആണ്. സേഫ്റ്റി ആണോക്കെയാണ് അവർ പറയുന്നത്.
അത് കണക്കാണ് സേഫ്റ്റി. അത് നമുക്ക് പക്ഷേ ഈ അവർക്ക് തന്നെ ഒരുങ്ങി നടക്കാനുള്ള ഈ പർദ്ദ ഇടുന്നതിനടിയിൽ ഒരു കൃത്യമായി അണിഞ്ഞ് ഒരുങ്ങി ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് തന്നെ അല്ലേ? അപ്പൊ അത് അവരുടെ ഒരു ആത്മപ്രകാശത്തിന്റെ അല്ല എന്താ പറയാ, അവരൊരു എക്സ്പോഷറിന് എതിരല്ലേ ചോദിക്കുന്നത്. അതെ, പക്ഷെ അവർക്ക് സ്വർഗത്തിൽ അവര് ഹൂർലികളുടെ പട്ടമഹിഷിയാകും എന്നുള്ളൊരു ധാരണ. വാസ്തവത്തിൽ അത് എന്തൊരവസ്ഥയാണ്. അല്ല, സ്വർഗം പെണ്ണുങ്ങൾക്ക് സ്വർഗം ഇല്ലല്ലോ ഒരു മതത്തിലും. അത് ആരോ ചോദിച്ചു നബിയോട്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പറയുന്നുള്ളത്. ഏതോ ഒരു സഹാബി സ്ത്രീ ചെന്ന് ചോദിച്ചു, നബിയെ എന്താണ് ഇത്, സ്ത്രീകൾക്ക് ഒന്നുമില്ല സ്വർഗത്തിൽ ചോദിച്ചപ്പോൾ ഒരു സമാശ്വാസം പോലെ പറഞ്ഞാണ്, അത് നന്മ ചെയ്യുന്നവർക്കെല്ലാം അളവിലും തൂക്കത്തിലും കുറയ്ക്കാതെ അവർക്ക് അർഹമായത് അവിടെ കിട്ടുമെന്ന്, സ്വർഗവും കിട്ടുമെന്ന്. അല്ലാതെ വേറെ ഈ ആണുങ്ങൾക്ക് പറയുന്നത് പോലെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. മാത്രമല്ല ക്രിസ്തുമതത്തിലോ മറ്റോ മതങ്ങളിലോ ഒന്നും തന്നെ സ്ത്രീകൾക്ക് സ്വർഗം ഉണ്ടെന്ന്, സ്ത്രീകൾ അവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നൊന്നും പറയുന്നില്ല. സ്ത്രീ ഒരു പുരുഷന്റെ ഒരു കമ്മോടി ഉപകരണം, അത്രേ ഉള്ളൂ. അതിപ്പോ സ്ത്രീ പുരുഷനോടാണ് പറഞ്ഞേക്കുന്നത്, നിനക്ക് വേണ്ടി ലോകത്തെ സൃഷ്ടിച്ചു. ഈ ലോകം സൃഷ്ടിച്ച എന്റെ പുരുഷന് വേണ്ടി, എല്ലാ ചരാചരങ്ങളും ഉള്ള മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ ഉദ്ദേശിക്കുന്ന പുരുഷനാണ് സമ്പത്തും ഭാര്യയും വാഹനങ്ങളും പിന്നെ ഈ അസറ്റും എല്ലാം കൊടുക്കുന്നത്. അപ്പൊ കൈകാര്യകർത്താവ് അയാളായതുകൊണ്ട് അയാളെ അനുസരിക്കുക എന്നുള്ള ഭാര്യാധർമ്മം. അത് ഈ മറ്റേ അയാൻ ഹിർസിയലി വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നതിനേക്കാൾ നല്ല സെക്സ്ലാം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വളരെ പരസ്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലൈംഗികതയാണ്. അതുകൊണ്ട് അതാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ അടിമത്വം ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ പണ്ടുള്ള കാലത്ത് വേറെ ഒരു എന്റർടൈൻമെന്റും ഇല്ലല്ലോ. പുരുഷന് ഏറ്റവും ആകെ ഉള്ള ഒരു അവരുടെ ഏറ്റവും ഒരു ലൈഫ് ഡ്രീം എന്ന് പറഞ്ഞത് പെണ്ണുങ്ങളുടെ എണ്ണം കൂടുതൽ, പരമാവധി. അതെ, പരമാവധി. അതിനു വേണ്ടിയിട്ടുള്ള ഇവിടെ നേരത്തെ ഇവിടെ നമ്മുടെ സംഘം ചരിത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരമൊക്കെ ആയിരുന്നു. അതന്നെ. അപ്പൊ അവരെ ഇതിലേക്ക് പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു പരസ്യ ആകർഷണം. ഇപ്പൊ ഇവര് പറഞ്ഞ ലേഡീസിനെ വെച്ച് മറ്റുള്ളവര് അവരെ നഗ്നത വിറ്റ് കാശാക്കുന്നു. അത് യഥാർത്ഥത്തിൽ അടക്കം സ്വർഗം കാണിച്ചുകൊണ്ടാണ്, ഈ സ്ത്രീകളുടെ വർണ്ണന കൊടുത്തുകൊണ്ടാണ് അവിടെയും ആളെ പിടിക്കുന്നത്. അവരെ യുദ്ധത്തിന് സജ്ജരാക്കാൻ, അത് മരിച്ചു പോയാൽ നഷ്ടമില്ല എന്നുള്ളൊരു ബോധം വരുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എത്ര വേഗം ചിലർ മരിക്കാൻ വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്നവരുണ്ട്. അതിലേക്ക് അവരെ നയിക്കുന്ന വികാരം ഏതാണ്? ഈ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഉന്മാദം, അവിടുത്തെ മദ്യപ്പുഴകളും അതൊക്കെ ഉണ്ടായാലും ഉള്ളല്ല, ഒന്നുമില്ല, ചുമ്മാ മോക്ഷം മാത്രം കിട്ടുക. അപ്പൊ ആദായവിധങ്ങളിൽ നരകത്തിന്റെ പേടിയും കൂടെ ഉണ്ട്. പക്ഷെ അതിലും ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഇത് ഒരു മോഹം, ഈ മോഹത്തിന്റെ ഒരു വലിയൊരു മുന്നോട്ട് അവർ നയിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ സ്വർഗ വിവരണം. അതില്ലെങ്കിൽ മതമില്ല, സ്വർഗം ഇല്ലെങ്കിൽ മതമില്ല. ഓഫർ കൊടുത്തോണ്ട് ഓഫറാണ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് തന്നെയാണ്. നമുക്കൊരു ഓണക്കാലം വരുമ്പോ ലക്ഷം ഇത് കൊടുക്കുന്ന പറഞ്ഞാല് സാമാന്യം ഒന്നാമത് ഇന്ത്യയിലെ ഓഫറുകളുണ്ട്. 70 കിലോമീറ്റർ വലിപ്പമുള്ള മുറികളുണ്ട്. രാവിലെ ഇതാണ്, ഉച്ചയ്ക്ക് ബിരിയാണിയാണ്, വൈകുന്നേരം ആപ്പിളാണ് എന്നൊക്കെ പറയുന്ന അല്ലേ. അതൊരു ചെടി കുനിഞ്ഞു വരികയാണ്. നമ്മൾ ഒരു പഴം പറിക്കുമ്പോൾ 10 പഴം വരികയാണ്. അപ്പൊ ഈ പറഞ്ഞ മദ്യപ്പുഴകളെ തേൻപുഴകളൊക്കെ ഉണ്ടാക്കുന്നത് വലിയൊരു ഓഫറാണ് അല്ലേ. ആ ഓഫർ വേണ്ടെന്ന് വെച്ചാണ് ലേഡീസിന് ഇല്ലല്ലോ. അതുകൊണ്ടല്ല നമ്മള് ഈ അടിമ വ്യവസായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ ലോജിക്കില്ലായ്മ പറഞ്ഞു, പിന്നെ ദൈവത്തിന് ഈ അപ്രാപ്യമായത് ഒന്നും ഇല്ലാത്തടത്ത് മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്ന രീതിയിൽ അവന്റെ ആശയം എല്ലാവരിലും ഒരുപോലെ എത്തിക്കാനാണ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ കുറച്ച് ലോക ജനസംഖ്യ നോക്കുമ്പോൾ അവരുടെ ശതമാനം ഭൂരിപക്ഷത്തിലും താഴെയല്ലേ. ഇപ്പൊ ഇസ്ലാം ആണെങ്കിൽ 27%, 25% ഉള്ള ലോകത്തും, അതെ അതെ 16%. അതിന് താഴെയാണ് ഹിന്ദുക്കളും. അതിപ്പോ എല്ലാരും പറഞ്ഞതുപോലെ ഇപ്പം ഇസ്ലാമിന്റെ ആൾക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിശ്വാസികളാണ്. ദൈവം പരാജയപ്പെട്ടവർ അല്ലെ, ഏത് ദൈവമാണെങ്കിലും പരാജയം. അവരൊഴിച്ച് ബാക്കി എല്ലാവരും വിശ്വാസികളാണ്. അപ്പൊ ഇവര് എന്തിനു ഇത്ര പ്രവാചകന്മാരെ അയച്ചു? എന്നിട്ട് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി ഇവിടെ ആയിട്ടുള്ളൂ. അപ്പൊ പരാജിതനായൊരു ദൈവം, ദൈവത്തിന്റെ എന്റെ കാഴ്ചപ്പാടുള്ള ദൈവം പരാജിതനാവത്തില്ല. അപരാജിതനായ ദൈവമാണ്. പരാജയപ്പെട്ടിരിക്കുന്നു. ഇത്ര ആൾക്കാർ വിട്ടിട്ട് മനുഷ്യരെ മുഴുവൻ ഏകീകരിക്കാനോ അവരെ ഒരു
ഇത്രയും കാലമായിട്ട്. അതെ, പറ്റിയിട്ടില്ല. ഒന്നിനൊന്നും ഉള്ളവരും കൂടെ വെളിയിലേക്ക് പോകുന്നു. ഇത് മുഴുവനും അറിയാത്തവര്, സത്യം അറിയാത്തവര് ആകർഷിക്കപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് കൂടുതൽ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ പൊള്ളത്തരം മനസ്സിലാവുകയും അവർ പുറത്തു പോകാനാണ് സാധ്യത. ഇത് നമ്മൾ ഭാഗികമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിൽ ജനിച്ചവരും ഏത് മതത്തിലാണെങ്കിലും അവർ പൂർണ്ണമായിട്ട് അവരുടെ ഗ്രന്ഥം അറിയുന്നില്ല, വായിക്കുന്നില്ല. പാഠശാലകളിൽ നിന്ന് ബുക്കിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ചുരുങ്ങിയ അറിവ് മാത്രമേ ഉള്ളൂ. കാരണം വിദ്യാഭ്യാസം, മതപരമായ അത്രയൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നാസ്തിക വിഭാഗത്തിന് ഒരു ശക്തി പ്രാപിക്കുന്ന സംശയമുണ്ടോ? നാസ്തിക വിഭാഗം എഡ്യൂക്കേഷൻ, നാസ്തിക എന്ന് പറയുന്ന ഒരു മതേതരമായ ഒരു സമൂഹം എമർജ് ചെയ്ത് വരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അത്ര ഒരു വലിയ സാമൂഹിക മാറ്റം ഉണ്ടാകും, മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ദ്രുതഗതിയിലല്ല, സാവകാശം വന്നുകൊണ്ടിരിക്കും. എന്നാലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇവിടെ ഭൂരിഭാഗത്തും വല്ലാതെ വളരുമ്പോൾ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോ കുടുംബത്തിലും ഓരോ നാസ്തികർ ജനിച്ചു വരികയാണെങ്കിൽ നൂറിനെ പോലുള്ള ആളുകൾ മതം വിട്ട് പുറത്തേക്ക് വരികയും നിങ്ങളുടെ പ്രവർത്തന മേഖല കുറെ കൂടി വികസിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു നല്ല നാൾ പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ഏറ്റവും സുഗമമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിർമ്മതനായിട്ടിരിക്കുക. ഒരു മതം ഇല്ലെങ്കിൽ നമുക്ക് ആരോടും നമുക്ക് ഒരു അതെ കമ്മിറ്റ്മെന്റ് വരുന്നില്ല, ഒരു വേലി വരുന്നില്ല, ഒരുമായിട്ട് ഇടപെടാനോ. മനുഷ്യര് യാദൃച്ഛിക അവരെ വേറെ ഒരു വിശ്വാസത്തിൽ ജനിച്ചു പോയി, ഞാൻ ഏതൊരു വിശ്വാസത്തിൽ. അപ്പം നമ്മൾക്കിടയിൽ ആ ഒരു പ്രത്യേകത ഞാൻ പ്രകൃതി കാണുന്നില്ല. ഇവിടെ ഒരു മതത്തിൽ ഇന്നവരായതുകൊണ്ട് അവർക്കൊരു പ്രത്യേകത രോഗങ്ങൾ ബാധിക്കാതിരിക്കുന്നില്ല, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ എല്ലാവരും ബാധിക്കുന്നുണ്ടല്ല. നമുക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് ഇതായി പറയുന്നത് ഓക്സിജൻ എല്ലാവർക്കും ചോദിക്കുക. ഇതിപ്പോ പ്രത്യേകം മാത്രമുള്ളവർക്ക് മാത്രം ദൈവം കൊടുത്തൊരു കഴിവുണ്ടെങ്കിൽ അവർക്ക് അപകടങ്ങൾ വരരുത്, മാരക രോഗങ്ങൾ വരരുത്. ഇപ്പം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് പോലും മരിച്ചത് ഈ കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ ഒരു ചെറു പ്രായത്തിൽ മരിക്കുകയാണ്. ഒരു ദൈവവിശ്വാസിയാണ്. ഇന്നലെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന അതെ വിശ്വാസികളാണ്. വിശ്വാസികൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട് അത്യാഹിതങ്ങൾ. അത് ഹിന്ദുമതത്തിൽ ശബരിമലയ്ക്ക് പോകുന്നതാണെങ്കിലും വേളാങ്കണ്ണിക്ക് പോകുന്നതാണെങ്കിലും ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രാദേശിക കാര്യങ്ങളാണ് പറയുന്നത്. ഒരു അമ്പലത്തിലേക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഗിറ്റാറിസ്റ്റ്, വയലിനിസ്റ്റ് മരിച്ചത് ഇതുപോലെ അമ്പലത്തില്, തൃശ്ശൂർ അമ്പലത്തിൽ എന്തോ പോയത് ചോറൂട്ടോ കാര്യങ്ങളൊക്കെ നടത്തിയേച്ച് തിരിച്ചു പോണ വഴിക്കാണ്. അതുപോലെ ഒരു അതെ പിന്നെ ബാലഭാസ്കർ ഗുരുവായൂർ അമ്പലത്തില് കുട്ടികളെ ചോറൂട്ടാൻ പോകുന്നത് ആക്സിഡന്റ് മരിക്കുന്നു. പള്ളിയിലേക്ക് ഇന്നലെ 2 പിള്ളേർ ജുമാ നമസ്കരിക്കാൻ പോകുന്ന വഴിക്ക് ഒരു വണ്ടി കയറി അന്ന്. അപ്പൊ ദൈവത്തിന് അങ്ങനെ ഒരു ഈ പ്രകൃതിയിൽ അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. പാലസ്തീനിൽ ഇപ്പം യഹൂദിന്റെ ദൈവവും ക്രിസ്ത്യാനിയുടെ ദൈവവും മുസ്ലിമിന്റെ ദൈവവും ജനിച്ച സ്ഥലമാണ്, അല്ലേ? അരലക്ഷത്തിലേറെ മനുഷ്യർ ഇതിനകം മരിച്ചു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. അവിടെ ഒരു വിശുദ്ധ ഭൂമിയാണെങ്കിൽ മാലാഖമാർ എപ്പോഴും ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനയിലെ അവിടെ ഉള്ളത് മസ്ജിദുൽ അഖ്സ. അപ്പൊ അവിടെ നബി അവിടെ നിന്നാണ് ശൂന്യാകാശത്തേക്ക് അങ്ങ് പോയത്. എവിടെയാ മിഹ്റാജ്, ആ മസ്ജിദുൽ അഖ്സയുടെ അവിടെ ഒരു ചെറിയ പള്ളി അങ്ങാണ്ട് അന്ന് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പള്ളിയാണോ എന്തെങ്കിലും, അത് വേറെ യൂതരുടെ ഏതോ ഒരു ആരാധന അവശിഷ്ടമായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് പോയത്. അത്രയും പ്രാധാന്യമുള്ള റഹ്മത്തും ഐശ്വര്യത്തിന്റെയും പിന്നെ എല്ലാത്തിന്റെയും മലക്കുകൾ എപ്പോഴും അവിടെ പ്രത്യേകിച്ച് അവരുടെ കാവലുള്ളതാണ്. ആ സ്ഥലത്താണ് ഈ ബോംബുകളെല്ലാം പൊട്ടുന്നതും കത്തുന്നതും. മനുഷ്യർ ഓടുക പ്രാണനും കൊണ്ട്, പ്രാർത്ഥിക്കുകയാണ് കടന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ശരീരം കൊച്ചു കുട്ടികളുടെ അവസ്ഥകളെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രണ്ടാമത്തെ മെയിൻ പള്ളിയുള്ള സ്ഥലം, നബി മിഹ്റാജ് യാത്ര പുറപ്പെട്ട സ്ഥലം, ഈ പിന്നെ മറ്റേ ജൂതന്മാരുടെ മെയിൻ ഇത് ക്രിസ്ത്യാനികളുടെ ജെറുസലേമും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് കാനാൻ പ്രദേശമാണ്. ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഈ സ്ഥലമാണ് ഏറ്റവും അശാന്തി ഇപ്പോൾ ഉള്ളത്, അല്ലേ? അപ്പൊ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പരാജിതൻ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമുക്ക് പോലും തെളിവ് കാണിക്കാൻ പോലും ദൈവത്തിന് പറ്റാതെ. അപ്പൊ ദൈവം ഇല്ല എന്ന് വേറെ എന്തെങ്കിലും പ്രാപിച്ച ഈ മതം പറയുന്ന രീതിയിൽ മനുഷ്യനെ വേലിക്കെട്ടിൽ ഒതുക്കുന്ന ഒരു സങ്കല്പത്തിലുള്ള ദൈവം ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു കണക്കിന് മതം ഒരു സ്വാതന്ത്ര്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെയോ അല്ല ഏതെങ്കിലും തരത്തിലൊരു സാന്ത്വനം മതം നമുക്ക് ഒരിക്കലും നൽകുന്നില്ല, സംശയമില്ലാത്ത.
തെറ്റിദ്ധാരണ നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന്. അതെ, അത് നമ്മളുടെ ഒരു ധാരണ. ഇപ്പൊ എനിക്ക് മതവിശ്വാസം ഉണ്ട്, എനിക്കൊരാളുണ്ട് എനിക്ക് പറയാൻ, എനിക്കൊരു പ്രത്യാശ ഉണ്ടെന്നൊക്കെ, അത് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ഉണ്ടാകുന്നത്. യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല. നമ്മളങ്ങനെ ആശ്വസിക്കുന്നല്ല, യാഥാർത്ഥ്യം അവിടെ കിടക്കുന്നു. ഏതായാലും നമുക്ക് ആശ്വാസം വേണ്ട, നമുക്ക് മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ സമാധാനമായിട്ട് എല്ലാവരുമായിട്ട് പരമാവധി സംഘർഷങ്ങളില്ലാതെ പോവുക, സംഘർഷങ്ങളില്ലാതെ എല്ലാവരുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് പോവുക. അങ്ങനെ എന്തായാലും മതമില്ലാത്ത ഒരു ലോകത്തിലേക്ക് സ്വാഭാവികമായിട്ടും 100 പേരും എന്തായാലും പ്രവർത്തനം തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെ, എനിക്ക് ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ യാത്ര ദൂരം മെയിനായിട്ട് വിളിക്കുന്നതെല്ലാം വടക്കോട്ടൊക്കെ ആണ്. പ്രഭാഷണങ്ങൾ എഴുതാനും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ചില മൂഡ് സ്വിംഗ് വരുന്നത് അതാണ്. ഞാൻ പലപ്പോഴും പല ആശയങ്ങളും വരുന്നുണ്ട്, അപ്പൊ എഴുതണമെന്ന് ഓർക്കാറുണ്ട്. എഴുതാനും തുടരും. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. എവിടെയെങ്കിലും ഏകാന്തമായിട്ട് ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ, അപ്പോളെ നമ്മൾ ഇവർക്ക് ബുദ്ധന് ബോധോദയ ചിന്തകൾ വരുള്ളൂ. രവിക്ക് ഹീറാഗുഹയിൽ അപ്പൊ ഏകാന്തത കിട്ടുമ്പോ ഇനിയും വെളിപാടുകൾ ഉണ്ടായേക്കാം. പക്ഷെ എനിക്കാവുമ്പോ ആരും അംഗീകരിക്കുകയല്ല. ഇതുപോലെ അതോറിറ്റി അല്ല, പണ്ടായിരുന്നതൊക്കെ വിശ്വസിച്ചേനെ. ഇപ്പൊ ഞാൻ പറയുന്നത് അവള് കള്ളം പറയാണ്. അന്നത്തവരും ഭൂരിപക്ഷവും പറഞ്ഞു അവൻ പറയുന്ന കള്ളമാണ്, ഞങ്ങക്ക് തെളിവില്ല, ഞങ്ങക്ക് തെളിവ് കൊണ്ടുപോകാൻ ഞങ്ങൾ വിശ്വസിക്കാന്ന്. പക്ഷെ കുറച്ചു പേര് വിശ്വസിച്ചു, കൂടെ നിന്നു. ഇപ്പം അമൃതാനന്ദമയ്ക്കുള്ളത് പോലെ, അതുപോലെ തന്നെ ആൾ ദൈവങ്ങള് അവരുടെ തോന്നലുകള്, അല്ലെ അവർക്ക് കിട്ടുന്ന അവരുടെ ഓരോ ഇമാജിനേഷൻ, ഹാലുസിനേഷൻ, ഇതൊക്കെ കൊണ്ട് വരുന്നതായിരിക്കാം. പിന്നെ അവരുടെ മുന്നറിവുകള് ഈ രംഗത്ത് ഇപ്പൊ നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കുറെ കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ഉള്ളിൽ കാണും. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു മനസ്സിന്റെ ഒരു എന്താണ് സൈക്കോസിന്റെ ഒരു അവാന്തര വിഭാഗം എന്ന് വേണേൽ പറയാം. അതല്ലേ എന്തായാലും മുന്നോട്ട് വെച്ച കാലം പുറകോട്ടില്ല. ഇല്ല, ഈ മതം വിട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി സമാധാനം തോന്നുന്നുണ്ട് അല്ലേ? നമ്മുടെ സമാധാനമല്ല, കുടുംബത്തിന് സമാധാനമുണ്ട്, കുട്ടികൾക്കും സമാധാനമുണ്ട് അല്ലേ? നാളെ അവര് ജീവിച്ച് വളർന്നു വരുന്ന ഈ സമൂഹത്തിൽ അവർക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണം. അവര് മതത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്താനോ അല്ലെ അവരെ മാറ്റി നിർത്താനോ അവരാരിലും മാറ്റി നിർത്താനോ ശത്രുത പരസ്പരം പ്രഖ്യാപിക്കാനോ വാളെടുക്കാനോ തോക്കെടുക്കാനോ അവര് പോകരുത്. അവര് മനസ്സിലാക്കണം എന്താണ് ശരിയായ വഴി എന്നുള്ള. മതം പറയുന്നതാണ് ശരിയായ വഴി, മര്യാദ കഴിഞ്ഞു കൂടി ഒരു വേറെ വഴിക്ക് വരുന്നതാണ്. ഇന്നതിൽ പെട്ടാലേ നമ്മള് ശരിയായ മതം മനുഷ്യനകത്തുള്ളൂ. ദൈവവിശ്വാസം ജീവിതം കുറെ കൂടി സമാധാനപരവും അല്ലെങ്കിൽ പറഞ്ഞ പോലെ മനുഷ്യനെ പ്രണയനിർഭരവുമാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതാണ് എനിക്ക് നമ്മൾ കഴിയുമ്പം അടുത്തുള്ള ഒരു തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥത വേണം. അതേ ഉള്ളൂ ആഗ്രഹം. അവര് ശത്രുക്കളാകരുത്. എല്ലാവരും ഐക്യത്തോടുകൂടി പോയി പരമാവധി സംഘർഷം കുറയ്ക്കുക, വെറുപ്പ് കുറയ്ക്കുക, പ്രശ്നങ്ങളിൽ നിന്ന്. മതം സ്വാഭാവികമായും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് മതത്തോട് അല്ലേ? മതരഹിതമായ ഒരു ലോകം, അതാണ് നൂറിനെ പോലുള്ള സ്വതന്ത്ര ചിന്തകരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തായാലും കേരളത്തിൽ നടപ്പാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നാസ്തികരുടെയും യുക്തിവാദികളുടെ എണ്ണം ലോകത്തെമ്പാടും എന്ന പോലെ തന്നെ കേരളത്തിലും വർദ്ധിക്കുന്നുവെന്ന് നൂറ് വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.